لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك حجا حقا تعبدا ورقا لبيك مرهوبا ومرغوبا إليك لبيك ذا النعماء والفضل الحسن لبيك وسعديك والخير بيديك والرغباء إليك والعمل لبيك ذا المعارج لبيك ذا الفواضل لبيك إله الحق لبيك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم فرح المخلفون بمقعدهم خلاف رسول الله وكرهوا أن يجاهدوا بأموالهم وأنفسهم في سبيل الله وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഖത്തറിലെ ഈ മഹനീയമായ മസ്ജിദിൽ ഏതാനും സമയം അല്ലാഹുവിൻ്റെ ദീൻ സംസാരിക്കുവാൻ അവസരം നൽകിയ സർവശക്തനായ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. നമുക്ക് അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്ന വളരെയേറെ വിലപ്പെട്ട സമയങ്ങളും നമ്മുടെ സന്ദർഭങ്ങളും ഇതുപോലെയുള്ള വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട്
അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യം നേടുവാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്ന നമ്മുടെ പ്രവർത്തനം അള്ളാഹു ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നെല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. ചെറുതും വലുതുമായ സർവ്വദോഷങ്ങളും അള്ളാഹു അവൻ്റെ മഹത്തായ ഫദ്ല് മുഖേന പുറത്ത് മാപ്പ് നൽകി നമ്മെ ഓരോരുത്തരെയും അവൻ ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഒരു മാസം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് നാം എല്ലാവരും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിമീങ്ങൾ വളരെയേറെ പ്രതീക്ഷയോടുകൂടി സന്തോഷത്തോടുകൂടി കാത്തിരിക്കുകയാണ് പവിത്രമായ ഒരു മാസത്തിൻ്റെ വരവിനെ. നന്മയുടെ ആളുകളും കാത്തിരിക്കുന്നു, അതോടൊപ്പം തിന്മയുടെ ആളുകളും കാത്തിരിക്കുകയാണ്. പരിശുദ്ധ റമദാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ പല വിധത്തിലുള്ള ആളുകൾ റമദാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ പല ചാനലുകാരും റംസാൻ പ്രോഗ്രാമുകൾ എന്ന നിലക്ക് റമദാനിനെ വരവേൽക്കുവാൻ വേണ്ടി പ്രത്യേകമായ സിനിമകളും സീരിയലുകളും പ്രത്യേകമായ പരിപാടികളും സംവിധാനങ്ങളുമൊക്കെയായി അവർ ഒരുക്കത്തിലാണ്. ഷോപ്പിംഗ് സെന്ററുകളിലെയും കച്ചവട സ്ഥാപനങ്ങളിലെയും ആളുകളും റമദാനിനെ വരവേൽക്കാൻ കാത്തിരിപ്പാണ്. വലിയ ഓഫറുകൾ പ്രഖ്യാപിച്ചുകൊണ്ട്, അതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കുവാനുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അവരും ഒരുക്കത്തിലാണ്. പല വീടുകളും ഒരുക്കത്തിലാണ്. ഒരു മാസക്കാലത്തേക്ക് ആവശ്യമായ വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി ഫ്രിഡ്ജുകളെല്ലാം മാംസങ്ങളും അതുപോലെയുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളും കൊണ്ട് നിറക്കുവാനുള്ള തത്രപ്പാടിലും ബദ്ധപ്പാടിലുമാണ് പല വീട്ടുകാരും. ഇത്തരം ഒരു സാഹചര്യത്തിൽ സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം എങ്ങനെയാണ് ഈ മാസത്തെ കാത്തിരിക്കുന്നത്? നമുക്കും വേണമല്ലോ ഈ മാസത്തെ സ്വീകരിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ്. നമ്മുടെ മനസ്സിലേക്ക് ഈ റമദാൻ കടന്നു വരുമ്പോൾ തന്നെ ആദ്യം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു ബേജാറ്. കലണ്ടറുകളിൽ നോക്കിയിട്ട് നമ്മൾ ഫജ്റിന്റെ സമയം നോക്കുന്നു, മഗ്രിബിന്റെ സമയം നോക്കുന്നു, മണിക്കൂറുകൾ നാം കണക്ക് കൂട്ടുന്നു. കഠിനമായ ചൂടിനെ സംബന്ധിച്ച് വേവലാതി കൊള്ളുന്നു. പടച്ച റബ്ബേ, ഇക്കൊല്ലത്തെ റമദാൻ 15 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന റമദാനാണല്ലോ. 10-15 മണിക്കൂറുകളിലധികം നോമ്പനുഷ്ഠിക്കണമല്ലോ, അതും കഠിനമായ ചൂടും. അപ്പൊ റമദാൻ വരുന്നതിൽ അത്ര വലിയൊരു സന്തോഷത്തിന് ഒരു മങ്ങൽ. റമദാൻ വരുന്നു എന്നൊക്കെ പറയുമ്പോ റമദാനിനെയാണ് സന്തോഷത്തോടുകൂടെ വരവേൽക്കുക എന്നൊക്കെ പറയുമ്പോ മനസ്സിൽ ഈ ഒരു ബേജാറും ഈ ഒരു വേവലാതിയും നിറഞ്ഞു നിൽക്കുമ്പോൾ സഹോദരങ്ങളെ, എവിടെയോ ഒരു തകരാറ് ബാധിക്കുന്നില്ലേ? നമ്മൾ ആലോചിക്കണം. നാം ഇന്ന് അള്ളാഹുവിന്റെ വലിയ തൗഫീക്ക് കൊണ്ട് സുജൂദ് ചെയ്യുന്ന പള്ളികളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും ശീതീകരണ സംവിധാനമുള്ള ഇടത്താണ് നമ്മളൊക്കെ സുജൂദ് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് കഠിനമായ ചൂടേറ്റ് വെയിലേറ്റ് വാടിത്തളർന്ന നമ്മുടെ മുൻഗാമികളായ സഹാബാക്കൾ, നമ്മുടെ മുൻഗാമികൾ, അവർ വളരെ താല്പര്യപൂർവ്വം കാത്തിരുന്ന ഒരു മാസമായിരുന്നു പരിശുദ്ധമായ റമദാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടാനുള്ള ഒരു ആഹ്വാനമുണ്ടായി. തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടാനുള്ള ആഹ്വാനമുണ്ടായ സന്ദർഭത്തിൽ കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ചൂടിനേക്കാൾ 10 മടങ്ങ് കടുത്ത ചൂടുള്ള, തീപാറുന്ന ചൂടെന്ന് വിശേഷിപ്പിക്കാവുന്ന ചൂടിന്റെ കാലഘട്ടം.
ഫലവൃക്ഷങ്ങളെല്ലാം അതിന്റെ കായ്കനികൾ കൊണ്ട് നിറഞ്ഞ് വളരെയേറെ ഫലഭൂയിഷ്ടമായി നിൽക്കുന്ന വിളവെടുപ്പിന്റെ കാലഘട്ടം. നാട്ടിൽ നിന്ന് പോകാൻ ഈ ഫലഭൂയിഷ്ടമായ പ്രത്യേകമായ കാർഷിക വിളകളെ ഓർത്താൽ നാട്ടിൽ നിന്ന് പോകാൻ കഴിയില്ല. ചൂടിന്റെ കാഠിന്യം ഓർത്താൽ യാത്ര ചെയ്യാനുമാവില്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടണം എന്ന കൽപ്പനയുണ്ടായത്. ഈമാനുള്ള സഹാബിമാരൊക്കെ ഒന്നും വകവെക്കാതെ തബൂക്ക് യുദ്ധത്തിന് പുറപ്പെട്ടു. ചൂടവർക്ക് പ്രശ്നമായില്ല, ദുന്യാവിന്റെ ഒന്നും അവർക്ക് പ്രശ്നമായില്ല. അവർ യാത്രക്കൊരുങ്ങി, അവർ യാത്ര പോയി. അതേ അവസരത്തിൽ ഏതാനും ചില ആളുകൾ മദീനയിൽ തന്നെ തങ്ങി. അവര് പോയില്ല, അവർ യുദ്ധത്തിന് പുറപ്പെട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ യുദ്ധത്തിന് പോകാതെ ഇരുന്നതിൽ അവർക്ക് വല്ലാത്തൊരു സന്തോഷം. പാവം വിഡ്ഢികളായ കുറെ ആളുകൾ ഈ ചൂടത്ത് പോയിരിക്കുകയാണ്. നമ്മൾ വളരെ ബുദ്ധിമാന്മാരാണ് എന്ന നിലക്ക് മുനാഫിക്കീങ്ങളായ ആളുകൾക്കൊരു തോന്നൽ. പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന് എതിരായി കൊണ്ടിരുന്ന കക്ഷികൾ അവര് സന്തോഷിക്കുകയാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ശരീരം കൊണ്ടും ധനം കൊണ്ടുമൊക്കെ ജിഹാദ് നടത്തുന്നതിൽ വെറുപ്പ് കാണിക്കുന്ന കക്ഷികൾ അവരെ പോലെ തന്നെ മറ്റുള്ളവരുമായി തീരാൻ വേണ്ടി ഈ മുനാഫിക്കീങ്ങൾ മദീനയിലുണ്ടായിരുന്ന ചില ആളുകളോടൊക്കെ പറഞ്ഞു നോക്കി. വഖാലൂ, അവര് പറഞ്ഞു, ലാ തൻഫിറൂ ഫിൽ ഹർർ, ഈ ചൂടുകാലത്ത് നിങ്ങൾ പുറപ്പെടല്ല. ഈ ചൂട് സമയത്താണോ നിങ്ങൾ പുറപ്പെടുന്നത് എന്ന് ചോദിച്ച് പിന്തിരിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, അത് പറയാനാണ് ഞാൻ ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത്. അള്ളാഹു അതിന് മറുപടി പറയാൻ നബി തങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഖുൽ, നബിയെ പറയൂ, നാറു ജഹന്നമ അശദ്ദു ഹർറാ ലൗ കാനൂ യഫ്ഖഹൂൻ, ജഹന്നമിന്റെ തീയാണല്ലോ ഏറ്റവും കഠിനമായ ചൂടുള്ള തീയ്. ലൗ കാനൂ യഫ്ഖഹൂൻ, അവരത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരു ചൂടും അവർക്ക് പ്രശ്നമാകില്ലായിരുന്നല്ലോ, ഒരു പ്രതിസന്ധിയും അവരെ പിന്തിരിപ്പിക്കുകയില്ലായിരുന്നല്ലോ. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാറു ബനീ ആദമല്ലതീ തൂഖിദൂനഹാ ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നമ, ജഹന്നമിന്റെ തീയുടെ 70 മാത്രമാണ് സഹാബിമാരെ നിങ്ങളെന്ന് കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീ എന്ന് പറയുന്നത്. ജഹന്നമാകുന്ന തീയുടെ 70 ഇരട്ടിയിൽ 70 ഭാഗിക്കുകയാണെങ്കിൽ അതിന്റെ 69 ഇരട്ടിയും ഇവിടെ വന്നിട്ടില്ല. അതിന്റെ 1 മാത്രമാണ് നിങ്ങൾ ഇന്ന് കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീയെന്ന്. കാരിരുമ്പിനെ പോലും വെള്ളമാക്കി ഒലിപ്പിക്കുന്ന, സെക്കൻഡ് നേരം കൊണ്ട് വലിയ രൂപത്തിലുള്ള അതേ വലിയ ഇരുമ്പ് ദണ്ടുകളെ പോലും പഴുപ്പിച്ച് വെള്ളമാക്കി ഒലിപ്പിച്ച് കളയുന്ന ശക്തമായ ചൂടുള്ള തീയ്. ആ തീ തന്നെ നമുക്ക് സഹിക്കാനാവില്ല. അതിന്റെ 69 ഇരട്ടി മടങ്ങാണ് ജഹന്നമിന്റെ തീ എന്ന് പറയുമ്പോൾ, ആ തീയെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരു കാര്യത്തിൽ നിന്നും പിന്തിരിയാൻ മുസ്ലിമിന് കഴിയില്ല. ഞാൻ എന്തിനാണ് എന്നോടും നിങ്ങളോടും തുടക്കത്തിലെ ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത്? ചൂടിന്റെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നോമ്പിനെ നമ്മൾ സ്വീകരിക്കല്ല. ചൂടിന്റെ കാഠിന്യം പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന മാസത്തെ കുറിച്ചൊരു വേവലാതി വേണ്ട. ചൂടിന്റെ കടുപ്പം പറഞ്ഞ് പകലിന്റെ ദൈർഘ്യം പറഞ്ഞിട്ട് അതേ ദൈർഘ്യമേറിയ ദിവസങ്ങളും കൊല്ലങ്ങളുമാണല്ലോ മഹ്ശറിൽ വിയർത്തൊലിച്ചുകൊണ്ട് നിൽക്കേണ്ടത്. ആ നിൽപ്പിനൊരാശ്വാസം നൽകപ്പെടുന്ന ഏറ്റവും വലിയ കർമ്മമാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അതേ, നിങ്ങൾ ഭക്തിയുള്ളവരായി തീരാൻ വേണ്ടി നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു വിശ്വാസികളെ. അപ്പൊ നോമ്പിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരു വിഷമവും തോന്നരുത്. നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കണം, എനിക്ക് ഈ റമദാൻ വരുന്നതിൽ സന്തോഷക്കുറവുണ്ടോ? സന്തോഷക്കുറവുണ്ടെന്നാണ് എന്റെ മറുപടി എങ്കിൽ ഞാൻ എന്റെ ഈമാൻ ഒന്ന് പരിശോധിക്കണം. ഞാൻ എന്തിന് സന്തോഷിക്കാതിരിക്കണം?
അതേ, ഈ റമദാൻ വരുമ്പോൾ എത്ര ചൂടുള്ള കാലഘട്ടമാവട്ടെ, എത്ര സുദീർഘമായ പകലാവട്ടെ, അല്ലാഹുവേ നീയല്ലേ എനിക്ക് ആരോഗ്യം തരുന്നവൻ, നീയല്ലേ എനിക്ക് തൗഫീഖ് നൽകുന്നവൻ. അതുകൊണ്ട് വരാനിരിക്കുന്ന മാസത്തെ ആഫിയത്തോടെ സ്വീകരിക്കാൻ, ആ മാസത്തിൽ വളരെ സന്തോഷത്തോടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ആ മാസത്തെ ധന്യമാക്കാൻ, ഇബാദത്തുകൾ ധാരാളമായി അനുഷ്ഠിക്കുവാനുള്ള തൗഫീഖ് തരണേ എന്നാണ് നിരന്തരമായി സഹോദരീ സഹോദരന്മാരെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ തേടിക്കൊണ്ടിരിക്കേണ്ടത്. അത്രത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ കാലെടുത്തു വെക്കാൻ പോകുന്നത്. നമ്മൾ നിസ്സാരമായി കാണുന്നു, എത്രയോ കൊല്ലങ്ങൾ നമ്മൾ നോമ്പെടുത്തവരാണ്. പക്ഷേ കഴിഞ്ഞുപോയ എത്രയോ വർഷങ്ങളിൽ നോമ്പെടുത്ത ആളുകൾ ഇന്ന് ഖബറിലല്ലേ. നാം പോലും ഇനി റമദാനിൽ എത്തുമോ എന്ന് നമുക്കറിയില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് ഉണ്ടെങ്കിൽ അല്ലാതെ നമുക്കും റമദാനിലെത്താൻ കഴിയില്ല. കഠിനമായ ചൂടുള്ള ഈ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കണം, നരകം എന്ന് പറയുന്നത് എനിക്ക് സഹിക്കാനാവില്ലല്ലോ. കല്ലാ ഇന്നഹാ ലദാ നസാഅതൽ ലിശ്ശവാ, തലയോട്ടിയുടെ തൊലിയങ്ങ് ഉരിച്ചു കളയുന്ന തീയാണത്. തലയോട്ടിയുടെ തൊലിയങ്ങ് ഉരിച്ച് വെള്ളത്തിലേക്ക് ഉരുകി വലിക്കുന്ന രൂപത്തിലുള്ള തീയാണത്. ആ നരകാഗ്നിയിലെ ചുടുവെള്ളം അവിശ്വാസികളായ ആളുകളുടെ തലക്ക് മീതെ കത്തിയാളുന്ന നരകത്തിയിൽ അവർക്ക് തീയിന്റെ ചൂടിന് പുറമേ യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ് വലഹും മഖാമിഉ മിൻ ഹദീദ്. യുസബ്ബു മിൻ ഫൗഖി റൂസിഹിം, ആ പാപികളുടെ തലക്കുമീതെ കുത്തിച്ചൊരിയപ്പെടും. നരകത്തിയിൽ കിടക്കുന്ന പാപികളുടെ തലക്കുമീതെ കുത്തിച്ചൊരിക്കപ്പെടും. അൽ ഹമീം, അത്യുഷ്ണമുള്ള ജലമങ്ങ് കുത്തിച്ചൊരിക്കപ്പെടുകയാണ്. അതേ, ബാത്റൂമിൽ വെച്ച് കുളിക്കുന്ന നേരത്ത് കൈയൊന്ന് തെറ്റിയിട്ട് ചുടുവെള്ളത്തിന്റെ ഭാഗത്തേക്ക് വാൾവന്ന് തുറന്നു വിട്ടാൽ, കഠിനമായ ചൂടുള്ള വെള്ളമങ്ങ് തലയിലെത്തിയാൽ ഉണ്ടാകുന്ന വിഷമം എത്രയാ സഹോദരാ. ഇതിനേക്കാളെല്ലാം കടുത്ത 69 ഇരട്ടിയുള്ള, അതേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാരിരുമ്പിനെയും അതേ വെള്ളമാക്കി വലിപ്പിക്കാൻ ശക്തമായ നിലക്കുള്ള തീയാണ് ദുനിയാവിലെ തീയെങ്കിലും അതിന്റെയും 69 മടങ്ങുള്ള ഇരട്ടി ചൂടുള്ള തീ. അതിലുള്ള വെള്ളം അത് ശരീരത്തിലേക്ക് അങ്ങ് തട്ടുമ്പോഴേക്ക് യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, വയറിലുള്ള കുടലുകളൊന്നാകെ ഉരുകി പുറത്തേക്ക് ഒലിക്കുന്നു. തീർന്നില്ല. വലഹും മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പിനാലുള്ള ഹാമറുകൾ ഉണ്ടവരെ ശിക്ഷിക്കുവാൻ. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ മിൻ ഗമ്മിൻ ഉഈദു ഫീഹാ, കഠിനമായ ചൂടിന്റെ കടുപ്പം കൊണ്ട് നരകത്തിയിൽ എന്ന് വിഷമിച്ചുകൊണ്ട് ഒന്ന് പുറത്തു കിടക്കാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെയും അതിലേക്ക് തന്നെ വീണ്ടും അടിച്ചടിച്ചുകൊണ്ട് വീണ്ടും മടക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. കത്തിയാളുന്ന ശിക്ഷ നീ ഒന്ന് ആസ്വദിച്ചോളൂ എന്ന് പറയപ്പെടുക കൂടി ചെയ്യുന്നു എന്ന് ഖുർആൻ പറയുമ്പോൾ, ഏറ്റവും കഠിനമായ ഒരു ചൂടുള്ള ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് നോമ്പ് നോൽക്കാൻ അവസരം കിട്ടുന്നത്, അല്ലാഹുവേ നാളെ മഹ്ശറിലുള്ള നിന്റെ നരകത്തിയുടെ ചൂടിൽ നിന്ന്, ജഹന്നമിന്റെ ചൂടെന്ന് പറയുന്നില്ലേ, നാറു ജഹന്നമ അശദ്ദു ഹർറാ, ആ കഠിനമായ ചൂടിൽ നിന്ന് സഹോദരാ സഹോദരി നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും അല്ലാഹു ഒരു സംരക്ഷണം നൽകാൻ ഈ റമദാൻ എനിക്ക് നിമിത്തമായെങ്കിൽ റബ്ബേ, അതാണല്ലോ ഞാൻ ആഗ്രഹിക്കുന്നത്, അതിനാണല്ലോ ഞാൻ തേടുന്നത്. അതാണ് എൻ്റെ മനസ്സിൽ ഈ റമദാൻ കടന്നു വരുമ്പോഴുള്ള ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ പാപത്തിന്റെ കറകളൊക്കെ ഒന്ന് കഴുകിക്കളയണം, റബ്ബിന്റെ മുമ്പിൽ ഒന്ന് കരഞ്ഞു പറയണം, കഴിഞ്ഞകാല ജീവിതത്തിന്റെ പോരായ്മകളൊന്ന് നികത്തണം, ന്യൂനതകളൊക്കെ ഒന്ന് പരിഹരിക്കണം. അതേ, കൂടുതൽ എൻ്റെ റബ്ബിലേക്ക് അടുത്തുകൊണ്ട് മുത്തഖീങ്ങൾക്ക് തയ്യാറാക്കി വെക്കപ്പെട്ടിട്ടുള്ള സ്വർഗത്തിലേക്ക് എനിക്ക് കടന്നോ, സ്വർഗത്തിലേക്ക്. സലാമുൻ അലൈക്കും ബിമാ സ്വബർതും, സഹിച്ചു നോമ്പ് നോറ്റവരെ, സഹിച്ച് ജീവിതത്തിന്റെ എല്ലാ തരണങ്ങളെ എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്ത വിശ്വാസികളെ, ഉദ്ഖുലൂ
ഉദ്ഖുലൂഹാ ബിസലാം, ശാന്തിയോടെ സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ എന്ന് പറയപ്പെടും വരെ നമുക്ക് വിശ്രമല്ല. ആ വാക്ക് കേൾക്കും വരെ നമുക്ക് ഉറപ്പില്ല നമ്മൾ സ്വർഗത്തിൽ കിടക്കൂന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചൂടിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ റമദാനിനോടൊരു ബഹുമാനക്കുറവ്, ഒരു താല്പര്യക്കുറവ് ഉണ്ടായിക്കൂടാ എന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്. ഇനി സഹോദരന്മാരെ, രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, നാം ഒരു ഇബാദത്തിന് വേണ്ടിയാ കാത്തിരിക്കുന്നത്. നമ്മൾ ഏതൊരു കാര്യത്തിനും ഒരുങ്ങും. നമസ്കരിക്കാനാണെങ്കിൽ അതിന് നേരത്തെ പുറപ്പെടും, വുളൂ ചെയ്യും, എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഏർപ്പെടുത്തും. അതുപോലെ തന്നെ സക്കാത്താണെങ്കിൽ അതിന്റെ കണക്ക് നോക്കും, ഹജ്ജിനാണെങ്കിൽ അതിന് വേണ്ട എല്ലാ ഏർപ്പാടുകളും നമ്മൾ ചെയ്യും. നോമ്പിനും വേണം, എല്ലാ ഇബാദത്തുകൾക്കും വേണം ഒരു മുന്നൊരുക്കം. ഏറ്റവും വലിയ മുന്നൊരുക്കം എന്താണ്? അറിവാണ്. അറിവില്ലാതെ ഒരു ഇബാദത്ത് ചെയ്യരുത് പ്രിയമുള്ളവരെ. അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നതാണ് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ ഇൽമ്. ആ ഇൽമ് നേടൽ എല്ലാവർക്കും നിർബന്ധമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം, സർവ മുസ്ലിമിന്റെ മേലും നിർബന്ധമാണ് ഇൽമന്വേഷിക്കൽ. ആ ഇൽമെന്ന് പറയുന്നത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാവരുത്, ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാവരുത്, ഏതെങ്കിലും നിലക്ക് എവിടെയെങ്കിലും കണ്ടതും കേട്ടതും ആവരുത്. ദീനെന്ന് പറയുന്നത്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറയുകയുണ്ടായി, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറൂ അമ്മൻ തഅഖുദൂന ദീനകും. ഈ ഇൽമ് നിങ്ങളുടെ ദീനാണ്. ദീന് നിങ്ങൾ എവിടെ നിന്നാണ് സ്വീകരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് നന്നായി ഓർമ്മ വേണം. എവിടെ നിന്നാണ് നിങ്ങൾ ദീന് പഠിക്കുന്നത് എന്ന് കൃത്യമായ ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നത്. സഹോദരന്മാരെ, നമുക്ക് നല്ല അറിവ് വേണം. ദീന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രമാണങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. ദീൻ മനസ്സിലാക്കേണ്ടത് പ്രമാണങ്ങളിൽ നിന്നാണ്, നാട്ടാചാരങ്ങളിൽ നിന്നല്ല. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല റമദാൻ നോമ്പ് നോൽക്കേണ്ടത്, നാട്ടാചാരങ്ങളുടെ അടിസ്ഥാനത്തിലുമല്ല. നാട്ടിൽ പലരും പല നിലക്കും നോമ്പ് നോൽക്കും. ഇപ്പൊ നിങ്ങൾ ഹജ്ജിനൊക്കെ പോയാൽ കാണാം, ഒരുപാട് പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് ഹാജിമാര് പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. എല്ലാം കൂടി ഹജ്ജാവോ? എല്ലാം കൂടി ഉംറയാകുമോ? എല്ലാം കൂടി ദീനാകുമോ? ഇല്ല സുഹൃത്തുക്കളെ. നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ മാത്രമേ നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും ഹജ്ജാണെങ്കിലും നമ്മിൽ നിന്ന് അല്ലാഹു തആല അത് സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്ത് വേണം? ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിൽ നമ്മെ ഇരുട്ടത്ത് തപ്പിത്തടയാൻ വിട്ടിട്ടില്ല. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ. അതിന്റെ രാവും അതിന്റെ പകലും ഒരുപോലെയാണ്. അഥവാ ദീനിന്റെ കാര്യം വളരെ വെള്ളയാണ്, കൃത്യമാണ്, ഒരു കലർപ്പും അതിലില്ല. അതുകൊണ്ട് എന്ത് വേണം? എന്താണ് നോമ്പെന്ന് പഠിക്കണം, നോമ്പിന്റെ വിധിവിലക്കുകൾ അറിയണം, നോമ്പിനെ സംബന്ധിച്ചുള്ള അഹ്കാമുകൾ അറിയണം, എങ്ങനെ നോമ്പെടുക്കണം, എങ്ങനെ നോമ്പെടുത്തുകൂടാ, എന്താണ് നോമ്പിന്റെ കാതൽ, എന്താണ് നോമ്പിന്റെ ചൈതന്യം, ഇതൊക്കെ നമ്മൾ അറിയണം. കേട്ടുകേൾവികൾ പലതും ഉണ്ടാവും, പലരും പലതും പറഞ്ഞു നടക്കും. ഉദാഹരണമായിട്ട് ആളുകൾ ചെവിയിലൂടെ വെള്ളം കയറിയാ നോമ്പ് മറിയോ? അതുപോലെ തന്നെ വെള്ളത്തിൽ ഇരിക്കാൻ പാടുണ്ടോ? പുഴയിലോ അല്ലെങ്കിൽ ബാത്ത് ടബിലോ ഒക്കെ വെള്ളം നിറച്ച് നമ്മൾ അതിൽ ഇരിക്കാൻ പാടുണ്ടോ? മലദ്വാരത്തിൽ കൂടെ വെള്ളം കയറൂലേ? അപ്പൊ നോമ്പ് മുറിയൂലേ? ഇതുപോലെ തന്നെ പല രൂപത്തിലുള്ള ചോദ്യങ്ങൾ. കണ്ണിൽ മരുന്നിറ്റിക്കുന്നത്, ഇഞ്ചക്ഷൻ ചെയ്യുന്നത്, കണ്ണിൽ സുറുമയിടുന്നത്, അതുപോലെ തന്നെ പല്ല് തേക്കുന്നത്, ഒരുപാട് ധാരണകൾ ആളുകൾക്ക് ഇനി റമദാൻ ഇങ്ങോട്ടായാൽ ചോദ്യങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങും. വാസ്തവത്തിൽ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ മാത്രം നിങ്ങളൊന്ന് നോമ്പുകാരനായിരിക്കെ ശ്രദ്ധിക്കണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മൂക്കിൽ വെള്ളം നന്നായി കയറ്റി ചീറ്റണം. എപ്പോ? വുളൂ ചെയ്യുമ്പോൾ. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബാലിഗിൽ ഫിൽ ഇസ്തിൻഷാഖ് ഇല്ലാ അൻ തകൂന സായിമാ. നീ നോമ്പുകാരനായാലൊഴികെ. അപ്പൊ നോമ്പുകാരൻ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോ കുറച്ച് ശ്രദ്ധിക്കണം, വല്ലാതെ കയറി പോകരുത്. അതുകൊണ്ട് മൂക്കിൽ മരുന്നിറ്റിക്കുന്നത് നോമ്പുകാരന് പാടില്ല. കാരണം എന്താ? അത് നേരെ നമ്മുടെ തൊണ്ടയിലേക്കാണ് എത്തുന്നത്. അതേ അവസരത്തിൽ ചെവിയിൽ മരുന്നിറ്റിക്കുന്നത്, കണ്ണിൽ മരുന്നിറ്റിക്കുന്നത്, ഇഞ്ചക്ഷൻ അടിക്കുന്നത്, ഇഞ്ചക്ഷൻ ഏത് ഇഞ്ചക്ഷൻ?
നോമ്പിന്റെ ക്ഷീണമറിയാതിരിക്കാനുള്ള ഗ്ലൂക്കോസ് പോലെയുള്ള അത്തരത്തിലുള്ള പോഷകമൂല്യങ്ങൾ അടങ്ങിയ ഇഞ്ചക്ഷനുകളല്ല. ശാരീരികമായിട്ടുള്ള രോഗമുണ്ട്, ആ നിലക്കുള്ള ഇഞ്ചക്ഷനുകൾ അടിക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുന്നില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നമ്മുടെ സമൂഹം പലയിടത്തും പോയി നോക്കിയാൽ നോമ്പിനെ കുറിച്ച് ഒരുപാട് തെറ്റായ ധാരണകളാണ്. പല ആളുകളും പണ്ടൊക്കെ പഴമക്കാര് പറയും, നോമ്പ് ശരിയായ നോമ്പാകണമെന്നുണ്ടെങ്കിൽ നല്ല വിശക്കണം, അതുകൊണ്ട് അത്താഴൊക്കെ നേരത്തെ കഴിക്കണം എന്നാ നബിതങ്ങൾ പഠിപ്പിച്ചതിന്റെ നേരെ എതിര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത്താഴം എത്ര ബിന്ദിപ്പിക്കാനാവോ അത്രയും ബിന്ദിപ്പിക്കണം. അതുപോലെ തന്നെ നോമ്പ് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന റിപ്പോർട്ടിൽ കാണാം, അദ്ദേഹം തുണി നനച്ചിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇങ്ങനെ ഇടും. എന്തിനു? ഒരു ആശ്വാസത്തിന്. നോമ്പുകാരന് ഒരു ആശ്വാസത്തിന്റെ വഴിയും ചെയ്യാൻ പാടില്ല എന്നാണ് നാട്ടുനടപ്പ് സംസാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന യസുബ്ബുൽ മാ അലാ റഅസിഹി വഹുവ സ്വായിമുൻ മിനൽ അത്ശി ഔ മിനൽ ഹർരി. ചൂടിന്റെ കടുപ്പമുണ്ടാകുമ്പോ അല്ലെങ്കിൽ ദാഹം കഠിനമാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല തണുത്ത വെള്ളം അവിടുത്തെ തലയിലേക്ക് ഇങ്ങനെ ഒഴിക്കാറുണ്ട് നോമ്പുകാരനായിരിക്കെ. നോമ്പുകാരൻ ഇങ്ങനെ വല്ലാതെ പീഡനം സഹിക്കണം, പ്രയാസപ്പെടുത്തണം, ഒരു കാറ്റുകൊണ്ടുകൂടാ, കുളിച്ചുകൂടാ, തലയിൽ വെള്ളം ഒഴിച്ച് തണുപ്പിച്ചുകൂടാ, തുണി നനച്ച് ശരീരത്തിൽ ഇട്ടുകൂടാ, കുളിച്ചുകൂടാ എന്ന ധാരണകൾക്കൊന്നും അടിസ്ഥാനമില്ല സുഹൃത്തുക്കളെ. ഒരു ആശ്വാസവും കിട്ടാൻ പാടില്ല എന്നുള്ള ധാരണ ശരിയല്ല. ലാ ബഅസ ബിൽ മദ്മള വത്തബറുദ് ലിസ്സായിം. ഒരു നോമ്പുകാരന് ഇടക്കിടക്ക് തണുപ്പിക്കാവുന്ന പണികളൊക്കെ ചെയ്യാ. മലമലത്ത് ചെയ്യാൻ എന്തിന്? വായിങ്ങനെ വെള്ളം വറ്റിയാണ്, വായിൽ ഇങ്ങനെ വെള്ളം വറ്റുക. അപ്പൊ ഇടക്കിടക്ക് ഇത് കുടിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യാണ്? ഇടക്കിടക്ക് വായിൽ ഇങ്ങനെ വെള്ളമാക്കി തുപ്പുക, വായിൽ വെള്ളം കൊപ്പിളിക്കുക. അതുപോലെ തന്നെ ഇടക്കിടക്ക് കുളിക്കുക, തുണി നല്ല തണുത്ത വെള്ളത്തിൽ നനച്ചിട്ട് അത് ശരീരത്തിലും തലയിലൊക്കെ തുടക്കുക. അങ്ങനെയൊക്കെ ആശ്വാസത്തിനുള്ള മാർഗങ്ങളൊക്കെ തേടാം. അതല്ലാതെ ശരീരത്തെ മാക്സിമം പീഡിപ്പിച്ച നോമ്പിന്റെ കൂലി ഇങ്ങനെ കൂടും. അത്താഴം വളരെ നേരത്തെ കഴിച്ച് സുബഹിയാകുമ്പോഴേക്ക് കാലിയായ വയറുകൊണ്ട് നോമ്പെടുക്കണം, അതൊന്നും ഇസ്ലാമല്ല. അതൊക്കെ നാട്ടുനടപ്പും കേട്ടുകേൾവികളും ഊഹാപോഹങ്ങളും മാത്രമാണ് സഹോദരങ്ങളെ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് നമ്മുടെയൊക്കെ റൂമുകളിൽ നിന്ന് കാണുന്നത് പോലെയുള്ള ബാത്ത് ടബ് പോലെ ഒരു വലിയ വെള്ളപ്പാത്രത്തിന്റെ തൊട്ടി ഉണ്ടായിരുന്നു എന്നാണ്. അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലൊരു വലിയ വെള്ളപ്പാത്രത്തിൽ നിറക്കുന്ന ഒരു തൊട്ടി. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ഞാൻ നോമ്പുകാരനായിരിക്കുമ്പോ വല്ലാത്ത ചൂടും വിഷമമൊക്കെ പ്രയാസം എനിക്ക് തോന്നുമ്പോ ഞാൻ ആ വെള്ളത്തൊട്ടിയിൽ വെള്ളം നിറച്ചിട്ട് അതിലങ്ങനെ കിടക്കും. എന്തിന്? ഒരാശ്വാസം കിട്ടാൻ വേണ്ടി. നമ്മളാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, പുഴയിൽ ഇറങ്ങിയിരുന്നൂടാ, കുളത്തിൽ ഇറങ്ങിയിരുന്നൂടാ, കാരണം ദ്വാരണ്ട് വെള്ളം മേപ്പെട്ട് കയറും എന്നാണ്. ഈ രൂപത്തിലാണ് നമ്മൾ അഹ്കാമുകളും മസ്അലകളും ഒക്കെ പഠിക്കുന്നത്. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, ഏതൊരു നിയമവും ദീൻ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെതായ അതോറിറ്റിയിൽ നിന്ന് പഠിക്കണം. മഹാന്മാരായ ആളുകളെ സംബന്ധിച്ച് അനസ് റളിയല്ലാഹു അൻഹു, ഹസൻ ബസരി റഹിമഹുല്ലാ, ഇബ്രാഹിമുൻ നഖഈ റഹിമഹുല്ലാ, ഇവരൊക്കെ പറഞ്ഞത് എന്താണ്? നോമ്പുകാരന് വേണമെങ്കിൽ കണ്ണിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ ആണുങ്ങൾ ഉണ്ടല്ലോ സുറുമയിടൽ, അങ്ങനെ സുറുമക്കോല് കൊണ്ട് സുറുമയിടുന്നത് കൊണ്ട് ഒരു വിരോധവുമില്ല. ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകൾ തെറ്റിദ്ധരിച്ചു, അതെന്താ? നോമ്പുകാരൻ ഉച്ചക്ക് ശേഷം പല്ല് തേക്കാൻ പാടില്ല എന്നാണ്. ഉച്ചക്ക് ശേഷം പല്ല് തേക്കാൻ പാടില്ല. ഇപ്പൊ ശാഫിഈ മദ്ഹബിലൊക്കെ ഉച്ചക്ക് ശേഷം പല്ല് തേക്കൽ കറാഹത്താണ്. എന്താ സുഹൃത്തുക്കളെ അങ്ങനെ വരാൻ കാരണം? ഒരു ഹദീസ് മനസ്സിലാക്കിയിടത്തുള്ള അബദ്ധമായ ധാരണയാണ് അങ്ങനെ ഒരു അഭിപ്രായം വരാൻ കാരണം. എന്താ ആ ഹദീസിലുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. ലഖലൂഫു ഫമിസ്സായിം, നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന ഗന്ധം അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്കി, അല്ലാഹുവിന്റെ അടുക്കൽ അത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാകുന്നു. ഈ ഹദീസ് വായിച്ചപ്പോ പല ആളുകളും മനസ്സിലാക്കി, എന്നാ കസ്തൂരി അവിടെ നിന്നോട്ടെ, നോമ്പുകാരന്റെ വായ പകർച്ചയായിട്ടൊരു മണം വരിക, അത് ഉച്ചക്കാവുമ്പോ കൂടും, ഉച്ചക്ക് ശേഷമാവുമ്പോ കൂടുതൽ വായ പകർച്ചയായിട്ട് മണം വരും. അപ്പൊ വിചാരിച്ചു, എന്നാ പിന്നെ ഈ കസ്തൂരി അവിടെ നിന്നോട്ടെ എന്ന നിലക്ക് ഉച്ചക്ക് ശേഷം നോമ്പുകാരൻ പല്ല് തേച്ചു വായ ശുചീകരിക്കുന്നത് കറാഹത്താണ് എന്ന് ചില ആളുകൾ പറഞ്ഞു. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ലൗലാ അന്ന ശുഖാല ഉമ്മത്തി
ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി വുളൂ. എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടായി തീരും എന്ന് ഞാൻ ഭയപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ ഉമ്മത്തിനോട് നിർബന്ധമായും കൽപ്പിക്കുക തന്നെ ചെയ്യുമായിരുന്നു, എല്ലാ വുളൂഇന്റെ സന്ദർഭത്തിലും മിസ്വാക്ക് ചെയ്യണമെന്ന്. ഇവിടെ നോമ്പുകാരന് അല്ലാത്തവൻ എന്ന വ്യത്യാസമൊന്നും പറഞ്ഞിട്ടില്ല. നോമ്പുകാരനായ വ്യക്തി വുളു എടുക്കുമ്പോഴും അല്ലാത്തയാളാണെങ്കിലും 5 നേരം വുളു എടുക്കുമ്പോഴും മിസ്വാക്ക് ഇപ്പൊ സുന്നത്തേയുള്ളൂ, നിർബന്ധാക്കുമായിരുന്നു ഞാൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല ആ ഹദീസിന്റെ തന്നെ നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാന്റെ അടുക്കലാണ് മണം, നമുക്ക് മണപ്പിച്ച് നടക്കാനുള്ളതല്ല, അള്ളാഹുവിന്റെ അടുക്കൽ അത് ഇൻദല്ലാഹി യൗമൽ ഖിയാമ എന്ന് വേറെ റിപ്പോർട്ടിലുണ്ട്. ഖിയാമത്ത് നാളിൽ പടച്ചവന്റെ അടുക്കൽ അതിന് അങ്ങനത്തെ ഒരു സുഗന്ധാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ നമ്മൾ ഇങ്ങനെ നല്ലോണം വായ മണപ്പിച്ച് ആണും പെണ്ണും ഒക്കെ പല്ല് തേക്കാതെ അങ്ങനെ നോമ്പുകാരനായിട്ട് നടന്ന അത് അള്ളാന്റെ അടുക്കൽ ഇവിടെ സുഗന്ധാണ് എന്നല്ല, അത് പരലോകത്ത് കിട്ടുന്ന അതിന്റെ പുണ്യമാ. ഏതുപോലെ ഷഹീദുകളായ മനുഷ്യന്മാരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടി മരിച്ചിട്ടുള്ള ഒരു ഷഹീദ്, ആ ഷഹീദ് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള രക്തം, അതുപോലെ തന്നെ ആ ശരീരത്തിൽ നിന്ന് വ്രണത്തിൽ നിന്ന് വന്നിട്ടുള്ളതൊക്കെ നാളെ മഹ്ശറിലേക്ക് അദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള നിലക്കതിൽ നിന്നിങ്ങനെ മണം അടിച്ചു വീശുന്നു. അപ്പൊ പരലോകത്തെ കാര്യമാണ്. മാത്രമല്ല ഇത് വിശദീകരിച്ചെടുത്ത് പണ്ഡിതന്മാര് പറഞ്ഞു, അൽ മുറാദു അന്നല്ലാഹ യജ്സീഹി ഫിൽ ആഖിറ ഫതകൂന നക്ഹതുഹു അത്യബ മിൻ റിഹിൽ മിസ്ക് കമാ യഅതിൽ മക്ലൂമു വരിഹു ജുർഹിഹി തഫൂഹു മിസ്കാ. നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഷഹീദിന്റെ മുറിവിൽ നിന്ന് അടിച്ചു വീശുന്ന ഗന്ധം പോലെ മഹ്ശറിൽ അത് സത്യവിശ്വാസിയായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യത്തിന് കാരണമാകും എന്നാണ്. അപ്പൊ പല്ല് തേക്കണം സഹോദരങ്ങളെ, എപ്പോഴും 5 നേരവും പല്ല് തേക്കണം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ചില ആൾക്കാർ ചോദിക്കും ഛർദിച്ച നോമ്പ് മുറിയോ? ഛർദിച്ചാൽ സ്വാഭാവിക ഛർദി കൊണ്ട് പിന്നെ നോമ്പ് മുറിയുകയില്ല. അതേ അവസരത്തിൽ ഒരാൾ മനഃപൂർവ്വം ഛർദിച്ചാലോ, വായിൽ കൈയിട്ട് ഛർദിക്കുകയാണ്, അപ്പോൾ നോമ്പ് മുറിയും. ഒരാൾ മറന്നുകൊണ്ട് തിന്നു കുടിച്ചു, നോമ്പ് മുറിയോ? മുറിയൂല. ഒരാൾ പട്ടിണിക്കിട്ട് പ്രയാസപ്പെടുത്തലൊന്നുമല്ല നോമ്പിന്റെ ലക്ഷ്യം എന്നതിന് കൂടി ഇത് തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ആരെങ്കിലും മറന്നുകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്താൽ അവൻ നോമ്പ് പൂർത്തിയാക്കട്ടെ എന്നാണ്. അവന് നോമ്പ് പൂർത്തിയാക്കട്ടെ. മാത്രല്ല ആർക്കെങ്കിലും മറവിയോ മറ്റേതെങ്കിലും കാരണത്താലോ നോമ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇന്നല്ലാഹ വദഅ അൻ ഉമ്മത്തി അൽ ഖതഅ വൻ നിസ്യാന വമസ്തുക്രിഹു അലൈഹി, എന്റെ ഉമ്മത്തിൽ നിന്ന് വിടുതൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്റെ ഉമ്മത്തിന് മാപ്പാക്കി കൊടുക്കും. അൽ ഖത തെറ്റ് സംഭവിച്ചാൽ, വന്നിസിയാൻ മറവി സംഭവിച്ചാൽ, വമസ്തുക്രിഹു അലൈഹി നിർബന്ധിപ്പിക്കപ്പെട്ടാലും. നമ്മൾ നോമ്പുകാരനായിട്ടിരിക്കുമ്പോ ഒരുത്തം വന്നിട്ട് പറഞ്ഞു, നീ ഒരു നോമ്പുകാരൻ, മതചിഹ്നങ്ങളെ അവഹേളിക്കുന്ന കാലമല്ലയോ, മതത്തിന്റെ ആചാരങ്ങളെ പരിഹസിക്കുന്ന ലോകമല്ലയോ. അപ്പൊ ഒരാൾക്ക് തോന്നുകയാണ്, ഒരാൾ നോമ്പെടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, നോമ്പെടുത്തിരിക്കുമ്പോ ഒരുത്തന് വന്നിട്ട് തോന്നി ഇവനെന്തൊരു നോമ്പുകാരനാണ്, നിന്റെ നോമ്പ് ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞു ഒരാളെ മലർത്തിക്കിടത്തി കൈകാലുകൾ ബലമായി പിടിച്ചു വെച്ച് വായയിലേക്ക് വെള്ളമൊഴിച്ചയാളെ കുടിപ്പിച്ചുവെങ്കിൽ അയാള് നോമ്പ് മുറിഞ്ഞോ? മുറിഞ്ഞിട്ടില്ല. വമസ്തുക്രിഹു അലൈഹി, നിർബന്ധിപ്പിക്കപ്പെട്ടവനും കുറ്റക്കാരനല്ല, അവന്റെയും നോമ്പ് ബാത്തിലാവുകയില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട നിയമങ്ങളാണ്. അതുപോലെ ഭാര്യാഭർത്തൃ ബന്ധത്തെ സംബന്ധിച്ച് ചില ആൾക്കാർ വിചാരിച്ച് റമദാന്റെ രാത്രി ആയാൽ പോലും ഭാര്യാഭർത്തൃ ബന്ധം, ശാരീരിക ബന്ധം പാടില്ല എന്നാ. പണ്ട് കാലത്തും അങ്ങനെ ധാരണയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഹില്ലലക്കും ലൈലത്തസ് സിയാമിർ റഫസു ഇലാ നിസായിക്കും, നിങ്ങളുടെ ഇണകളുമായി കൊണ്ട് നിങ്ങൾക്ക് സല്ലാപത്തിൽ ഏർപ്പെടുന്നത് റമദാനിന്റെ രാത്രികളിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ പിന്നെ ചിലർക്കൊരു സംശയം ഉണ്ടാവൽ എന്താണ്, റമദാന്റെ രാത്രിയിൽ ഇങ്ങനെ സംഭവിച്ചു, സുബഹിയായിട്ട് ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞതിന്റെ ശേഷമാണ് ഉണർന്നത്, കുളിച്ചിട്ടില്ല, ശുദ്ധിയായിട്ടില്ല. ജനാപത്തുകാരൻ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ, ഫജർ ആകുന്നതിന്റെ മുമ്പ് തന്നെ കുളിക്കേണ്ടതുണ്ടോ? നിർബന്ധമില്ല. ഫജർ ആയി കഴിഞ്ഞതിന്റെ ശേഷവും കുളിക്കാം, സുബഹി നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രമേ ഉള്ളൂ. സുബഹി നിസ്കരിക്കുന്നതിന്റെ മുമ്പ് കുളിച്ചിരിക്കണം എന്നതല്ലാതെ
നമ്മള് ഫജറാകുന്നതിന്റെ മുമ്പേ ജനാപത്തുകാരൻ കുളിച്ചുകൊള്ളണം എന്നില്ല, നിർബന്ധമില്ല. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിലായിത്തീരാറുണ്ട്. സുബഹി ബാങ്ക് കൊടുത്തതിന്റെ ശേഷവും അവിടുന്ന് വലിയ അശുദ്ധിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് അവിടുന്ന് കുളിച്ച് അവിടുന്ന് ശുദ്ധിയായിട്ടുണ്ട് എന്നാണ് സഹാബിമാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, രാത്രിയോ പകലോ ഒക്കെ ഉറങ്ങുമ്പോ പല ആളുകൾക്കും സ്വപ്നത്തിൽ സ്ഖലനമുണ്ടാകാം. സ്വപ്നത്തിൽ സ്ഖലനം സംഭവിക്കും. ഉറക്കത്തിലല്ലേ അത് നടക്കുന്നത്. നോമ്പ് മുറിയുമോ? ഇല്ല. പലർക്കും ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്. അങ്ങനെ സംഭവിച്ചാൽ നോമ്പ് ബാത്തിലാകുമോ? ഇല്ല, നോമ്പ് ബാത്തിലാവില്ല. അതേ അവസരത്തിൽ നേരത്തെ ഛർദിയുടെ കാര്യം പറഞ്ഞതുപോലെ മനഃപൂർവ്വം ഒരാൾ സ്ഖലനം സംഭവിപ്പിക്കുകയാണെങ്കിലോ അതിന് പിന്നെ ഏറ്റവും വലിയ തെറ്റാണത്. അവന്റെ നോമ്പ് ബാത്തിലാക്കി കളയും. തന്റെ ഇണയുമായി ഒരാൾ പകൽ നേരത്ത് ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ടാലോ ശക്തമായ ഫൈനാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. 2 മാസം തുടർച്ചയായി നോമ്പെടുത്തോളം മേലാലിനി ആ പണി ചെയ്യാൻ പാടില്ല. അത്ര ഗൗരവത്തോടുകൂടെയുള്ള ഫൈനാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. നോമ്പുകാരൻ തന്റെ പകൽ സമയത്ത് നോമ്പുകാരനായിരിക്കെ തന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പടച്ചവനെ പറ്റിക്കുന്ന ചില പ്രവാസികളുണ്ട്. അവര് വിചാരിക്കും ഈ നോമ്പ് എന്നൊക്കെ പറയുന്നത് പ്രവാസികൾക്ക് ഇളവുണ്ട്. നാട്ടിലെത്തിയാൽ നമ്മൾ പാകെ 2 കൊല്ലോ 1 കൊല്ലോ ഒക്കെ കഴിഞ്ഞിട്ട് ലീവ് എടുത്ത് പോകുന്ന ആളുകളാണ്. അപ്പൊ പിന്നെ അവിടെ എത്തിയാൽ നമുക്ക് നോമ്പൊന്നുമില്ല. അതല്ലെങ്കിൽ യാത്രക്കാരനാണ് എന്ന് നീയത്ത് മാറ്റിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും ഒക്കെ കുടിച്ചിട്ട് നോമ്പാണ് മുറിക്കും. എന്നിട്ട് പിന്നെ തന്റെ ഇണയുമായി ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടും. സഹോദരന്മാരെ, അതൊക്കെ അള്ളാഹുവിനെ പറ്റിക്കലാണ്. ഒരു നോമ്പ് ഇത് കാരണമായിട്ട് ഒരുത്തൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഗുരുതരമായ കുറ്റമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അതുകൊണ്ട് ഒരിക്കലും പകൽ സമയത്ത് നോമ്പുകാരനായിരിക്കെ നിർബന്ധ നോമ്പിന്റെ സന്ദർഭത്തിൽ റമദാനിൽ തന്റെ ഇണയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. എന്നാൽ ചുംബിക്കാമോ? ചുംബനം നടത്തുന്നതിൽ തെറ്റുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് 2 ആളോട് 2 മറുപടിയാ പറഞ്ഞത്. 2 കൂട്ടർ വന്ന് ചോദിച്ചപ്പോ 2 മറുപടി. ഭാര്യയെ ചുംബിക്കാൻ പാടുണ്ടോ നോമ്പുകാരനായിരിക്കെ? പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഒരാളോട് നബി തങ്ങൾ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. വേറൊരാളോട് പറഞ്ഞു പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ചോദിച്ചത് ചെറുപ്പക്കാരനാണ്, അവനക്ക് കൺട്രോൾ കിട്ടൂല. അനുവദിക്കപ്പെട്ട ഈ കാര്യത്തിലൂടെ വളരെ ഗുരുതരമായ കാര്യത്തിലേക്ക് അവൻ നീങ്ങും. അതുകൊണ്ട് അവനോട് പാടില്ല എന്ന് പറഞ്ഞു. വൃദ്ധനായ ഒരാളാണ്, അയാൾക്ക് പ്രശ്നമൊന്നുമില്ല, അയാൾക്ക് കൺട്രോൾ കിട്ടുന്ന പ്രായമാണ്, മനുഷ്യനാണ്, അയാളോട് അനുവദനീയാണ് എന്നും പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും വലിയ കുറ്റമായി താൻ ചെയ്തു പോയത് എന്ന് വിചാരിച്ചു. ഭാര്യയെ ചുംബിച്ചു നോമ്പുകാരനായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ ഇങ്ങനെ നോമ്പുകാരനായിരിക്കെ ഭാര്യയെ ചുംബിച്ചിട്ടുണ്ട്, വല്ലാത്തൊരു പ്രയാസമായി മഹാനവറുകൾക്ക്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഈസി ആയിട്ട് ചോദിച്ചു, നീ വായിലെ വെള്ളം കുപ്പിളിക്കാറില്ലേ? ആ ഉണ്ട്, അതുകൊണ്ട് നോമ്പ് പറയോ? ഇല്ല. പിന്നെ ഇതും അങ്ങനെ പ്രശ്നമില്ല. അപ്പോ ആർക്കാണ് കൺട്രോൾ ലഭിക്കുക? കൺട്രോൾ കിട്ടുന്നവർക്കതാവാം. അതല്ല കൺട്രോൾ തെറ്റിപ്പോകുമോ എന്നാ പിന്നെ ആ പണിക്ക് പോകണ്ട എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പഠിപ്പിച്ചതിന്റെ ഉദ്ദേശം. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് ചിന്തിക്കാറുണ്ട്, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ രുചി നോക്കാൻ പാടുണ്ടോ, അതുകൊണ്ട് നോമ്പ് മുറിയുമോ? ഭക്ഷണം പാകം ചെയ്യുമ്പോൾ രുചി നോക്കാം. എങ്ങനെ? ഇറക്കരുത്. വായിലേക്ക് ഇറങ്ങിപ്പോകാതെ അതിന്റെ രുചി മാത്രം നാവിൽ അറിയാവുന്ന നിലക്കുള്ള പരിശോധന നടത്തിയിട്ട് തുപ്പിക്കളയണം. ഏതുപോലെ പേസ്റ്റ് ഉപയോഗിക്കാമോ? നോമ്പുകാരനായിരിക്കെ പേസ്റ്റ് ഉപയോഗിച്ച് മിസ്വാക്ക് ചെയ്യാമോ? പേസ്റ്റ് ഉപയോഗിക്കാം. പേസ്റ്റിൻ്റെതായ ഏതെങ്കിലും നിലക്കുള്ള മണമോ രുചിയോ വായിലുണ്ടെങ്കിൽ അത് ഉടനെ ഇറക്കാതെ തുപ്പിക്കളയുന്ന നിലക്കാണെങ്കിൽ അതുകൊണ്ടൊന്നും വിരോധമില്ല സഹോദരങ്ങളെ. അപ്പൊ ഇസ്ലാമികമായി നമ്മൾ ഇങ്ങനെ ഈ രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, സംശയങ്ങൾ മുൻകൂട്ടി തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള ചിലത് ഓർത്ത് രേഖപ്പെടുത്തി എന്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ ആമുഖമായി പറയുന്നു എന്ന് മാത്രം. ഒരാൾക്ക് മൂക്കിൽ നിന്ന് ചോര വരികയാണ്, അല്ലെങ്കിൽ പല്ലിന്റെ മോണയിൽ നിന്ന് ചോരയൊലിക്കുകയാണ്, നോമ്പുകാരനാണ്. അല്ലെങ്കിൽ നോമ്പുകാരന് പല്ലെടുക്കാൻ പറ്റുമോ? പല്ലെടുക്കുമ്പോ തരിപ്പിക്കാൻ വേണ്ടിയിട്ട് മോണക്കൊരു ഇഞ്ചക്ഷൻ കൊടുക്കണമല്ലോ, അത് പാടുണ്ടോ? അതുപോലെ തന്നെ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ? ഷുഗർ നോക്കാൻ പാടുണ്ടോ? കൊളസ്ട്രോൾ നോക്കാൻ പാടുണ്ടോ? ഒന്നും വിരോധമുള്ള സംഗതിയല്ല. ഇസ്ലാം അതുകൊണ്ടൊന്നും നോമ്പ് ബാത്തിലാകും എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇനി സഹോദരന്മാരെ, ഇസ്ലാം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ അത്താഴം കഴിക്കാതിരിക്കരുത്. അത്താഴം കഴിക്കണം. അത്താഴം കഴിക്കാത്ത നോമ്പ് അച്ചായന്റെ നോമ്പാണെന്നാണ് ഇസ്ലാം പറയുന്നത്. അച്ചായന്മാർക്ക് പണ്ടുള്ള പരിപാടി എന്താണ്? ഫസ്ലു മാ ബൈന സിയാമിനാ വസിയാമി അഹ്ലിൽ കിതാബ് അസ്സഹൂർ. നമ്മുടെയും അഹ്ലി കിതാബുകാരുടെയും നോമ്പിന്റെ ഇടക്കുള്ള വ്യത്യാസം, നമ്മുടെ നോമ്പിന് നമുക്ക് അത്താഴമുണ്ട്,
അതേ അച്ചായന്റെ നോമ്പിന് അത്താഴമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ സമൂഹം മനസ്സിലാക്കുന്നു, ചിലരൊക്കെ തഖ്വയങ്ങ് മൂത്തിട്ട് ഭക്തിയങ്ങ് വർദ്ധിച്ചിട്ട് ചില ഫളായിൽ കിതാബുകളിലൊക്കെ പറയുന്നു, മഹാനവറുകൾ ദിവസങ്ങളോളം അത്താഴം കഴിക്കാതെ നോമ്പെടുത്തിരുന്നു. എവിടുന്നാ സഹോദരാ ഈ ഭക്തി കിട്ടിയത്? അള്ളാന്റെ റസൂല് പറയാ, തസഹറു ഫഇന്ന ഫിസ് സഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണേ, അത്താഴത്തിൽ ബറക്കത്തുണ്ട് കേട്ടോ. അത്താഴം ഒരു മെറുക്കെങ്കിലും നിങ്ങൾ കഴിക്കണം, കുടിക്കണം എന്ന് പറയുമ്പോൾ അത്താഴം കഴിക്കാതിരുന്ന മഹാന്മാര്, ചില മഹാന്മാര് ഇങ്ങനെ, ചില മഹാന്മാര് ബഹുമാനപ്പെട്ടവരങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ അഖ്ശാ, പടച്ചവനെ പേടിയുള്ള നേതാവാരുണ്ട്? അത്ഖാ, റബ്ബിനെ ഭയപ്പെടുന്ന സൂക്ഷ്മതയുള്ള നേതാവ് ആരുണ്ട്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അത്താഴം കഴിക്കണേ, കഴിയുന്നത്ര അതിനെ പിന്തിപ്പിക്കണേ. തഖീറുസ് സഹൂർ, അത്താഴത്തെ പിന്തിപ്പിക്കുക. തഅജീലുൽ ഫിത്ർ, നോമ്പ് സമയമായ ഉടനെ തുറക്കുക. നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും വലിയൊരു കംപ്ലൈന്റാണ്, നമ്മുടെ നാട്ടിലൊക്കെ വലിയൊരു പ്രശ്നം. മുജാഹിദുകളുടെ കലണ്ടറുകളിലൊക്കെ ബാങ്ക് ആ കൃത്യസമയത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇപ്പൊ അൽമനാറിന്റെ കലണ്ടർ അതിലൊക്കെ നോക്കിയാൽ കൃത്യമായിട്ട് ആ ബാങ്കിന്റെ സമയം ഉണ്ടാവും. ഫജറിന്റെ സമയത്ത് ഇത്ര മണി, മഗ്രിബിന്റെ ഇത്ര മണി. എപ്പോഴും നാട്ടിലെ മഹല്ലുകളിൽ പ്രശ്നം. മുജാഹിദ് പള്ളിയും അതുപോലെ തന്നെ സമസ്തക്കാരന്റെ പള്ളിയുള്ളിടത്തൊക്കെ പ്രശ്നം. സുബഹിന്റെ ബാങ്ക് നമ്മുടെ പള്ളികളിൽ കറക്റ്റ് സമയത്ത് കൊടുക്കുമ്പോ മറ്റേ പള്ളിയിൽ 10 മിനിറ്റ് മുമ്പൊക്കെ നേരത്തെ കൊടുക്കും. എന്താ? സൂക്ഷ്മതക്ക് നല്ലത് കുറച്ച് നേരത്തെ കൊടുക്കല. അതുപോലെ മഗ്രിബിന്റെ ബാങ്ക് നമ്മുടെ പള്ളിയിൽ നിന്ന് ആദ്യം കൊടുക്കും, ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടാ മറ്റേ പള്ളിയിൽ നിന്ന് കൊടുക്കുക. അതെന്താ? സൂക്ഷ്മതക്ക് വേണ്ടി ഒരു ഇത്തിരി പിന്തിപ്പിക്കുന്നത് നല്ലതാ. ആരാണ് ഈ സൂക്ഷ്മത പറഞ്ഞത്? ആരാണ് സഹോദരാ ഈ സൂക്ഷ്മതകളൊക്കെ പഠിപ്പിച്ചു തന്നത്? അങ്ങനത്തെ ഒരു സൂക്ഷ്മതയുടെ പ്രശ്നമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചയിടത്ത് നിൽക്കലാണ് വിനയമുള്ള മുസ്ലിമിന്റെ ലക്ഷണം. അവിടുന്ന് പഠിപ്പിച്ചതിനെ ചോദ്യം ചെയ്യല്ല, അവിടുന്ന് പഠിപ്പിച്ചതിന് വിരുദ്ധം പറയല്ല, അവിടുന്ന് പഠിപ്പിച്ചതിൽ ഒരു കമ്മ്യൂണിസ്റ്റയ്ക്കല്ല പോരായ്മയുണ്ടെന്ന് കരുതാൻ പോലും പാടില്ല. ആ നിലക്ക് കൃത്യമായിട്ടാണ് ആ വിഷയത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സഹോദരന്മാരെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ അനാചാരങ്ങൾ ചെയ്യുന്നുണ്ട്. നോമ്പ് കാലം കണ്ട് വന്നാൽ ആളുകൾ ഒന്നാമത്തെ അനാചാരം നോമ്പിന്റെ നിയ്യത്ത് തന്നെ. സാധാരണയായിട്ട് നമ്മളെ കുറിച്ച് പറയും, മുജാഹിദീങ്ങൾ നോമ്പിലെ നിയ്യത്ത് കട്ടവരാണ്. നിയ്യത്ത് നമ്മൾ കട്ടിട്ടില്ല സുഹൃത്തുക്കളെ. എന്താ നിയ്യത്ത് എന്ന് പറഞ്ഞാ? കരുതലാണ്. കരുത്ത് എവിടെയാണ്? നാവുമല. നാവ് കൊണ്ടാ ചിന്തിക്കല്, നാവ് കൊണ്ടാണ് ഓർക്കല്. ഓർക്കൽ, ചിന്തിക്കൽ ഹൃദയത്തിലാണ്. മഹല്ലുൻ നിയ്യത്തിയൽ ഖൽബു, നിയ്യത്തിന്റെ കേന്ദ്രം ഹൃദയമാകുന്നു. അതിങ്ങനെ റമളാൻ ഉണ്ടാവുമ്പോ ഒരാൾ ചൊല്ലിക്കൊടുക്കുക, തറാവീഹ് കഴിഞ്ഞാൽ ഒരാൾ ഇശാക്ക് ശേഷം ചൊല്ലിക്കൊടുക്കുക, നവൈതു സൗമഗദിൻ അന്നദാഇ ഫർള് റമളാന അദീസന ലില്ലാഹി തആല എന്നിങ്ങനെ. അത് അറബിയിലും പിന്നെ മലയാളത്തിലും ഒക്കെ ഇങ്ങനെ ആവർത്തിച്ച് തനിച്ച ബിദ്അത്താണ്. തനിച്ച ബിദ്അത്താണ്. ഒരാളും അങ്ങനെ ചെയ്യരുത്. മറിച്ച് എനിക്ക് നാളെ നോമ്പാണെന്ന് ഓരോ രാത്രിയിലും എല്ലാവരും തന്റെ മനസ്സിനെ പഠിപ്പിച്ച് ദൃഢമായ ഒരു തീരുമാനമെടുക്കലാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. നിയ്യത്ത് നിസ്കാരത്തിന് ഉളു എടുക്കുമ്പോൾ വരെ പലർക്കും നിയ്യത്താണ്. നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഉദു എന്ന ഫർളിനെ ഞാനിതാ വീട്ടുന്നു എന്ന് പറഞ്ഞ് കയ്യിലിങ്ങനെ കോരിയെടുത്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ നിൽക്കും. വാസ്തവത്തിൽ ആ വെള്ളം അങ്ങോട്ട് ചോർന്നു പോകും. അപ്പോഴേക്ക് നിയ്യത്ത് ശരിയായില്ല, പിന്നെയും കോരിയെടുത്തു, പിന്നെയും നിയ്യത്ത് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞു വന്ന് സൊഫിൽ നിന്നാലോ ഉസല്ലി ലില്ലാഹി തആല എന്ന് പറഞ്ഞ അറബിയിൽ പറഞ്ഞു, മലയാളത്തിലും പറഞ്ഞു. അതുകൊണ്ട് വസ്വാസ് തീരുന്നില്ല. വീണ്ടും കൈ കെട്ടഴിച്ചു, പിന്നെയും അവൻ നിസ്കരിക്കും. ഒരു 4 തവണയെങ്കിലും പലപ്പോഴും വസ്വാസുള്ള ആളുകൾ കൈ കെട്ടഴിച്ച് നിസ്കരിക്കും. ചിലപ്പോൾ വിചാരിക്കുമ്പോൾ മയ്യത്ത് നിസ്കരിക്കുകയാണോ, അപ്പം പെരുന്നാൾ നിസ്കരിക്കുകയാണോ എന്നൊക്കെ തോന്നുന്ന നിലക്ക് തക്ബീർ കെട്ടുന്നു, അഴിക്കുന്നു. എന്താ കാരണം? ഈ നിയ്യത്ത് സംബന്ധമായ ഒരു ബിദ്അത്ത് കടന്നുകൂടിയതാണ്. അതുകൊണ്ട് നോമ്പുകാരൻ ഇങ്ങനെ ചൊല്ലിപ്പറയുന്ന നിയ്യത്തവനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, ഓരോ മനുഷ്യനും അവൻ എന്താണോ കരുതിയത് അതാണുള്ളത്. എന്താ ഓരോരുത്തനും ചൊല്ലിപ്പറഞ്ഞത്? അതുണ്ട് എന്നല്ല പറഞ്ഞത്. ഓരോരുത്തനും എന്താണോ കരുതിയത് അതാണ് അവനുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഉള്ളതുപോലെ പഠിക്കുക. ഇല്ലാത്തത് ചെയ്യാനാണ് ആളുകൾക്ക് വലിയ ആവേശം ഉണ്ടാകുക. ഏതാനും ദിവസങ്ങൾക്ക് ഇപ്പൊ ഇന്നലെയൊക്കെ നോമ്പെടുത്ത ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെയൊക്കെ നാടുകളിൽ പരിശോധിച്ചു നോക്കിയാൽ ഇന്നലത്തെ ദിവസം നോമ്പെടുത്ത ആളുകളുണ്ട്. എന്താ കാരണം? ബറാത്ത് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പെടുത്തു.
അതിന്റെ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പെടുത്തവരുണ്ട്. ഈ രണ്ട് നോമ്പും ഇസ്ലാമിലില്ലാത്ത നോമ്പല്ലേ? ഇങ്ങനെ ഒരു നോമ്പ് ഇസ്ലാമിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് മിഅ്റാജ് പോയത്. അവിടുന്ന് ഒരിക്കലും മിഅ്റാജ് നോമ്പ് എന്ന് പറഞ്ഞൊരു നോമ്പ് പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ ശഅബാൻ 15 സ്പെഷ്യലായി ഒരു നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ആളുകൾക്ക് വലിയ ആവേശം, ഉള്ള നോമ്പുകൾ നോൽക്കാനോ ഒരാവേശവും ഇല്ലതാനും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അനാചാരങ്ങളിൽ നിന്നൊക്കെ പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ വിട്ടു നിൽക്കണം. അതുപോലെ റമദാനായി കഴിഞ്ഞാലുണ്ട് ചില വീടുകളിലൊക്കെ, നമ്മുടെയൊക്കെ നാടുകളിൽ കാണാം, നനച്ചുളി. അതിന്റെ മുമ്പ് കുളിക്കാത്ത മാതിരിയുണ്ട്, അതിന് മുമ്പ് കുളിക്കാത്ത മാതിരിയാണ്. റമദാനായ ഒരു നനച്ചുകുളി, അതിങ്ങനെ ഇലയൊക്കെ കൊണ്ടുവന്ന് വീടൊക്കെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി, അതുപോലെ തന്നെ എല്ലാ നിലക്കുള്ള പ്രത്യേകമായ സംവിധാനങ്ങളൊക്കെ ചെയ്ത് നമസ്കാരപ്പായൊക്കെ ഒന്ന് കഴുകി, മുസല്ലയൊക്കെ ഒന്ന് കഴുകി ഉണക്കി, എവിടെയാണ് നിസ്കാരക്കുപ്പായം മൂടി വെച്ചിട്ടുള്ളത് അതൊക്കെ ഒന്ന് എടുത്ത് പ്രത്യേകമായി കഴുകി ഉണക്കി, സൂപ്പർ വെയിറ്റ് ഒക്കെ ഒന്ന് ബുക്കി, ഒന്ന് പ്രത്യേകമായ ഒരു ഒരുക്കം. വാസ്തവത്തിൽ സഹോദരന്മാരെ, അങ്ങനെ ഒരു റമദാനിനെ വരവേൽക്കാൻ തുടക്കത്തിൽ അതിന്റെ തലേന്നാൾ ഒരു നനച്ചുകുളി എന്ന് പറയുന്ന ഒരു പരിപാടി ഇസ്ലാം ഒരിക്കലും നിശ്ചയിച്ചിട്ടില്ല. അതുപോലെ സാധാരണഗതിയിൽ കണ്ടുവരാറുള്ള ചില അനാചാരങ്ങളുണ്ട്. അതെന്താ? റമദാനായി കഴിഞ്ഞാൽ സ്പെഷ്യൽ ദിക്റുകൾ. റമദാനിന്റെ 1-ാമത്തെ 10 ചൊല്ലേണ്ട ദുആ, 2-ാമത്തെ 10 ചൊല്ലേണ്ടുന്ന ദുആ, 3-ാമത്തെ 10 ചൊല്ലേണ്ടുന്ന ദുആ, ആദ്യത്തെ 10 അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുവേ നീ എന്നെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹങ്ങൾ ചൊരിയുന്ന നാഥ നീ എന്നെ അനുഗ്രഹിക്കണമേ, ആദ്യത്തെ 10 ചൊല്ലേണ്ടത്. 2-ാമത്തെ 10 അല്ലാഹുമ്മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ എന്റെ പാപങ്ങളെല്ലാം നീ എനിക്ക് പൊറുത്തു തരേണമേ, സർവലോക പരിപാലകനായ റബ്ബേ എന്റെ പാപങ്ങളെല്ലാം നീ എനിക്ക് പൊറുത്തു തരേണമേ. 2-ാമത്തെ 10 പറയേണ്ടത്. ഇനി 3-ാമത്തെ 10 അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ നീ എന്നെ നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കണമേ, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക ദിക്റില്ല, എല്ലാവരും പഠിച്ചു വെച്ചോളി. ഇങ്ങനെ ഒരു പ്രത്യേക ദിക്ർ റമദാനിലുണ്ടോ? ഇല്ല. പിന്നെ എവിടുന്നാണ് ഇങ്ങനെ ഒരു ദിക്ർ വന്നത്? ഒരു ദുർബലമായ ലഈഫായ ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, റമദാനിനെ കുറിച്ച് പറഞ്ഞിടത്ത് അവ്വലുഹു റഹ്മത്തുൻ, റമദാനിന്റെ ആദ്യത്തെ 10 അനുഗ്രഹത്തിന്റെ 10 ആകുന്നു. വഔസതുഹു മഗ്ഫിറ, അതിന്റെ നടുവിലെ 10 പാപമോചനത്തിന്റെ 10 ആകുന്നു. വആഖിറുഹു ഇത്ഖും മിനന്നാർ, അതിന്റെ അവസാന 10 ദിവസങ്ങൾ നരകമോചനത്തിന്റെ നാളുകളാകുന്നു. വാസ്തവത്തിൽ ഈ ഹദീസ് സഹീഹല്ല, ഈ ഹദീസ് സഹീഹല്ല. ഈ ഹദീസ് സഹീഹാണെന്ന് കരുതിയ ആളുകൾ എന്ത് ചെയ്തു? ഈ ഹദീസിലെ വാചകങ്ങൾക്ക് ഒപ്പിച്ചുകൊണ്ട് ആദ്യത്തെ 10 കാരുണ്യത്തിന്റെ 10 ആണെന്ന് ആ കാരുണ്യം ചോദിക്കുക, 2-ാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10 ആണെന്ന് മഗ്ഫിറത്ത് ചോദിക്കുക, 3-ാമത്തെ 10 നരകമോചനത്തിന്റെ നാളുകളാണെന്ന നരകമോചനം ചോദിക്കുക എന്ന് തീരുമാനിച്ചതാണ്. വാസ്തവത്തിൽ റമദാൻ 30 ദിവസവും കാരുണ്യമാണ്, പാപമോചനമാണ്, നരകമോചനത്തിന്റെ ദിവസങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലില്ലാഹി ഉതഖാ മിനന്നാർ വദാലിക കുല്ല ലൈല, എല്ലാ രാത്രികളിലും ഉണ്ടത്, എല്ലാ രാത്രിയിലും അല്ലാഹു തആല പാപികളെ നരകത്തിയിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ റമദാനിന്റെ ആദ്യ 10, 2-ാം 10, 3-ാം 10 എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ കാർഡുകൾ ഇറക്കും. ചില കച്ചവട സ്ഥാപനങ്ങൾ അവരുടെ കച്ചവടത്തിന്റെ പരസ്യം കൊടുക്കാൻ വേണ്ടി, ഷോപ്പിന്റെ പരസ്യം കൊടുക്കാൻ വേണ്ടിയൊക്കെ ചില പ്രത്യേകമായ റമദാൻ കലണ്ടറുകൾ അടിക്കും. ആ കലണ്ടറുകളൊക്കെ തനിച്ച ബിദ്അത്തുകളാണ് പ്രചരിപ്പിക്കുക. ഒന്നാമതായി നോമ്പിന്റെ നിയത്ത് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടാവും, നവൈതു സൗമഗദിൻ ആദ്യം പറഞ്ഞത്. പിന്നെ ആദ്യ 10 പറയേണ്ടത്, 2-ാം 10 പറയേണ്ടത്, 3-ാമത്തെ 10 ചൊല്ലേണ്ടത്, ഇതിനൊന്നും ഒരടിസ്ഥാനമില്ല. എല്ലാ കാലത്തും റമദാനിന്റെ എല്ലാ ദിവസവും റഹ്മത്തും മഗ്ഫിറത്തും ഇത്ഖും മിനന്നാറിന്റെയും ദിവസങ്ങളാണ്. ധാരാളമായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് സഹോദരന്മാരെ ചെയ്യേണ്ടത്. അപ്പൊ അതാണ് വാസ്തവത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുരുങ്ങിയ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി സഹോദരന്മാരെ, ഇതൊക്കെ ഇപ്പൊ നോമ്പിന്റെ കർമ്മശാസ്ത്ര വശങ്ങളാണ്. ഇനി നോമ്പിന്റെ ചൈതന്യം എന്ന് പറയുന്നത് എന്താ? എന്തിനാ പ്രിയമുള്ളവരെ നമ്മൾ നോമ്പെടുക്കുന്നത്? അസ്സിയാമു ജുന്ന, നോമ്പ് ഒരു പരിചയാകുന്നു. നോമ്പെടുക്കുന്നത് എന്തിനാ? നമ്മളെ പട്ടിണിക്കിടാനാ? ഒരിക്കലും അല്ല. അല്ലാഹു തആല പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാകുവാൻ എന്നാണ്.
എങ്ങനെ സുഹൃത്തുക്കളെ നമുക്ക് പട്ടിണി കിടന്നാൽ തഖ്വയുണ്ടാകാം? പട്ടിണി കിടന്നാൽ ഒരാൾക്ക് തഖ്വയുണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാര് ദിവസങ്ങളോളം ഇങ്ങനെ കലക്ട്രേറ്റിന്റെ മുമ്പിലും അതുപോലെ തന്നെ പാർലമെന്റിന്റെയും നിയമസഭയുടെയൊക്കെ മുമ്പില് ആളുകൾ കടന്ന് നിരാഹാരമനുഷ്ഠിക്കാറുണ്ട്. നിരാഹാരമനുഷ്ഠിച്ച് നാരങ്ങ നീരൊക്കെ കൊടുത്ത് പുറത്തേക്ക് വന്നാൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് അഴിമതി മുക്തനാവാറുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് നന്നാകാറുണ്ടോ? ഒരിക്കലുമില്ല. അപ്പൊ പട്ടിണി കിടന്നുകൊണ്ട് ആരും നന്നാവില്ല. പിന്നെ എങ്ങനെയാ നോമ്പ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്? അവിടെയാണ് ഇസ്ലാം പറയുന്നത്, നോമ്പുകാരനായിരിക്കെ നീ വളരെ കൺട്രോൾ ചെയ്യണം. അവൻ അനാവശ്യ വർത്തമാനത്തിന് പോകരുത്. കണ്ണുകൾക്ക് നോമ്പുണ്ട്. ആമാശയത്തെ മാത്രം പട്ടിണിക്കിടലല്ല, കണ്ണുകൾക്ക് നോമ്പുണ്ട്, കാതുകൾക്ക് നോമ്പുണ്ട്, അതേ നാവിന് നോമ്പുണ്ട്, കൈകാലുകൾക്ക് നോമ്പുണ്ട്. എല്ലാ നിലക്കും നീ നിയന്ത്രണം പാലിക്കണം. അങ്ങനെ നീ നിയന്ത്രിച്ച് ഇങ്ങനെ ഇരിക്കുക, വളരെ നിയന്ത്രിച്ച്, കണ്ണുകൊണ്ടരുതാത്തതൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, സംസാരിക്കുന്നില്ല. വളരെ ഭക്തിയിലിരിക്കുമ്പോഴാണ് ഒരുത്തം വന്നിട്ട് ചിരി തോണ്ടുന്നത്. ഒരുത്തം വന്ന് നമ്മളെ ദേഷ്യം പിടിപ്പിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരാൾ വന്നിട്ട് വന്നിട്ട് ചീത്ത വിളിക്കുകയാണ്, അതല്ലെങ്കിൽ പോരിനുണ്ടോ എന്ന് വെല്ലുവിളിക്കുകയാണ്, ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങടാ, ധൈര്യമുണ്ടെങ്കിൽ എന്റെ ഈ കാര്യത്തിന് മറുപടി പറയടാ എന്നിങ്ങനെ നോമ്പുകാരൻ ക്ഷമിച്ച് സഹിച്ച് കഴിഞ്ഞുകൂടുമ്പോൾ, അവനെ വാശി പിടിപ്പിക്കുമ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫൽയഖുൽ ഇന്നി സ്വായിം, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറണം. മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തൊരു നേരമാണത്. ആർക്കും വളരെ വാശി പിടിക്കുന്ന നേരം. വെല്ലുവിളിച്ചോക്കണ്ടേ നമ്മള്? ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങടാ, ആണാണെങ്കിൽ ഇറങ്ങടാ എന്നൊക്കെ പറയുമ്പോ എത്ര കൺട്രോളുള്ള മനുഷ്യന്റെയും കൺട്രോൾ അങ്ങോട്ട് വിട്ടുപോകും. ആ സമയത്ത് വലിയ കൺട്രോൾ വേണമെന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതിനാണ് നോമ്പ്. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അളീം. ഏത് ശത്രുവാകട്ടെ ആരാവട്ടെ നിന്നെ പ്രകോപിപ്പിച്ച് നിന്നോട് മോശമായി വർത്തിച്ചാൽ നീ അവനോട് നിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലൊക്കെ അങ്ങോട്ട് നല്ല നിലക്ക് ഇടപെടണം, നല്ല സ്വഭാവത്തോടെ വർത്തിക്ക്. എന്നാൽ ഏത് ശത്രുവും നിന്റെ ആത്മമിത്രമായി മാറുന്നത് നിനക്ക് കാണാം. പക്ഷേ തുടർന്നുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഇത് അങ്ങേയറ്റത്തെ സബറുള്ളവർക്കല്ലാതെ കഴിയാത്ത കാര്യമാണ്, മഹാഭാഗ്യവാന്മാർക്കല്ലാതെ കഴിയാത്ത കാര്യമാണ് എന്നുകൂടി അല്ലാഹു തആല പറഞ്ഞു. ഈ വലിയ സൽഗുണമാണ് പ്രിയമുള്ളവരെ റമദാൻ എന്ന പാഠശാലയിൽ നിന്ന് ഞാനും നിങ്ങളും നേടിയെടുക്കേണ്ടത്. നമ്മൾ നോമ്പ് തോൽക്കുന്നതിനാ സ്വന്തത്തെ കൺട്രോൾ ചെയ്യാൻ. ചില മനുഷ്യന്മാർക്ക് ഭയങ്കര തടിയും മുടുക്കും, ശത്രുവിനെ അടിച്ച് നിലം പരിശാക്കാനുള്ള കഴിവൊക്കെ ഉണ്ടാവും. ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശദീദു ബിസ്സർആ, ഒരാളെ ഗുസ്തിയിൽ അടിച്ച് നിലം പരിശാക്കുന്നവനല്ല ശക്തൻ. വഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബി, ദേഷ്യം വരുന്ന നേരത്ത് കോപാഗ്നി കൊണ്ട് ശരീരം വിറക്കുമ്പോ തന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് പിടിച്ചു നിർത്താൻ ആർക്ക് കഴിയുമോ അവനാണ് യഥാർത്ഥത്തിലുള്ള ശക്തൻ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇത് നേടിയെടുക്കാനാണ് നോമ്പ്. ഇത് നേടിയെടുക്കാനാണ് പ്രിയമുള്ളവരെ നമുക്ക് നോമ്പ് അല്ലാഹു റബ്ബുൽ ആലമീൻ നിർബന്ധമാക്കിയിട്ടുള്ളത്. ഈ ഒരു പ്രത്യേകമായ അവസ്ഥയാണ് നമ്മിൽ ഉണ്ടാകേണ്ടത്. കണ്ണും കാതും നാവും ഒക്കെ എല്ലാ വൃത്തികേടുകളിൽ നിന്നും മാറ്റിയിട്ട് നേരം പോക്കിന്റെ പരിപാടികളൊക്കെ ശൈത്താൻ പലതും തോന്നിപ്പിക്കും. ആളുകൾ റമദാനായ നേരം പോകുക, ടൈം പാസിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട്. എല്ലാവരുടെ കയ്യിലും വേണം. സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ കുടുംബത്തിലെ താമസിക്കുന്ന മുഴുവൻ ആളുകളോടും പറയണം, ഒരു കുടുംബത്തിൽ ഒരു ഖുർആനൊന്നും ഉണ്ടായാൽ പോരാ, എല്ലാവർക്കും ആളെണ്ണ ഓരോ ഖുർആൻ ഉണ്ടാവണം. എന്നിട്ട് ഖുർആനുമായിട്ടുള്ള ബന്ധം, റമദാനായ ഖുർആനുമായിട്ടുള്ള വലിയ ബന്ധം വേണം. നമ്മുടെ മുൻഗാമികളൊക്കെ എത്രയാ ഖത്ം തീർത്തത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചുള്ള ചരിത്രത്തിൽ കാണാം, അദ്ദേഹം റമദാനാണ്ടായ കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ പുസ്തകശാലയൊക്കെ അടച്ചുപൂട്ടുന്നതാണ്. പിന്നെ അതിലേക്കൊന്നും ചിന്തിക്കൂല. ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സംവിധാനം പോലും അദ്ദേഹം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുമെന്നാണ്.
ഒക്കെ മജ്ലിസുൽ ഖുർആൻ, ഖുർആനുമായിട്ടുള്ള ബന്ധം, ഖുർആൻ പഠിക്കുക, അത് മനഃപ്പാഠമാക്കുക, അത് പാരായണം ചെയ്യുക. അങ്ങനെ വീട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഓരോ ഖുർആൻ വേണം. ഓത് ആ സമയം കിട്ടുമ്പോഴൊക്കെ പാരായണം ചെയ്യുക. ഓതി തീർന്നിടത്ത് അടയാളം വെക്കുക, വീണ്ടും ഓതുക. അങ്ങനെ നിരന്തരമായി നമ്മുടെ ടൈം പാസിന് വേണ്ടി മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ, സീരിയലുകളിലേക്ക് പോകാതെ, സിനിമകളിലേക്ക് പോകാതെ, മ്യൂസിക്കുകളിലേക്ക് പോകാതെ, നോവലുകളിലേക്ക് പോകാതെ, അനാവശ്യമായ ഭാഷണങ്ങളിലേക്ക്, സംസാരങ്ങളിലേക്ക് തിരിയാതെ നോമ്പുകാരൻ വളരെയേറെ നിയന്ത്രണം പാലിച്ചു കഴിഞ്ഞാൽ ലഅല്ലക്കും തത്തഖൂൻ, അവന്റെ ജീവിതത്തിൽ വലിയ ഒരു സൂക്ഷ്മത അല്ലാഹു റബ്ബുൽ ആലമീൻ അവന് നൽകും. അപ്പോ സഹോദരന്മാരെ, ഇതുവരെ ഈ പറഞ്ഞതൊക്കെ എന്താണ്? നോമ്പുകാരൻ ഉണ്ടായിരിക്കേണ്ടുന്ന നിയന്ത്രണം, ആത്മനിയന്ത്രണം, അവൻ പാലിക്കേണ്ടുന്ന കർമ്മശാസ്ത്രപരമായ അതിന്റെ വിധിവിലക്കുകൾ. അതുപോലെ തന്നെ നോമ്പിനെ വരവേൽക്കുമ്പോൾ ഒരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ വലിയ സന്തോഷത്തോടെ നമുക്ക് നന്മകളുടെ കൂപാരവുമായി നമ്മിലേക്ക് കടന്നു വരുന്ന ഒരു ഗസ്റ്റാണ്, ഒരു അതിഥിയാണ്. അങ്ങനത്തെ ഒരു അതിഥി കടന്നു വരുന്നു എന്ന് വരുമ്പോ എത്ര വലിയ സന്തോഷമാണ് നമുക്കുണ്ടാകുക. എത്രത്തോളം നമുക്ക് ഗൾഫിലേക്ക് പോകാനുള്ള ഒരു വിസയുമായിട്ട്, വിസ അയാൾ എടുത്തോന്നല്ല, വേറൊരാളെടുത്ത് കൊടുത്തയക്കാണ്. നമ്മുടെ ഒരു ബന്ധുവാണ് വിസ എടുത്തത്, ടിക്കറ്റ് എടുത്തത്, ചെലവുകളൊക്കെ ചെയ്തത്. പക്ഷെ അയൽവാസിയായ ഒരാളാണ് ഇപ്പൊ ലീവിന് വരുന്നത്. അയാൾ എനിക്ക് പോകാനുള്ള ടിക്കറ്റും വിസയും കൊണ്ട് വരുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ തന്നെ അയാളെ കാത്തിരിക്കാനുള്ള ഒരു ആവേശത്രേ. വാസ്തവത്തിൽ അയാളും ഈ ടിക്കറ്റുമായിട്ടൊരു ബന്ധമില്ല, ഈ വിസയുമായിട്ട് അയാൾ ഒരു ബന്ധമില്ല, ചെലവാക്കിയതൊക്കെ വേറെ ആളാ. പക്ഷേ അയാൾ എനിക്കൊരു വലിയ കാര്യം കൊണ്ട് വരുന്നു എന്ന് വരുമ്പോ എന്താ വരാത്തത്, എപ്പോഴാണ് വരിക, എപ്പോഴാ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്, ഞാൻ കൂട്ടാൻ പോണോ, എന്തൊക്കെയാ ചോദിക്കുക. അത്ര വലിയ ആവേശം. പരിശുദ്ധ റമദാൻ അതേ സൽക്കർമ്മങ്ങൾക്ക് വർദ്ധിത പുണ്യം ഓഫർ ചെയ്യപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നു. ഷഹ്റു സബ്ർ, ഷഹ്റു തഖ്വ, ഷഹ്റുൽ മുവാസാത്ത്, പരസ്പരം സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും തഖ്വയുടെയും മനസ്സിനും ശരീരത്തിനും വലിയ ഈമാനികമായ ഊർജം പ്രദാനം ചെയ്യുന്ന മാസം കടന്നു വരുമ്പോൾ എത്രത്തോളം നമുക്ക് ഈമാൻ വേണം, അതാണ് ഇനി പറയാനുള്ളത്. പരിശുദ്ധ ഖുർആൻ ഈ നോമ്പ് ആർക്കാ നിർബന്ധാക്കിയത്? ഇതുവരെ പറഞ്ഞതൊക്കെ അതിന്റെ കർമ്മശാസ്ത്ര വശവും ആത്മനിയന്ത്രണവും അതിന്റെ മുന്നൊരുക്കൊക്കെയാണ്. ഇനി നമ്മൾ കാതലായ ചില കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. അള്ളാഹു ഈ നോമ്പ് നിർബന്ധമാക്കി എന്ന കൽപ്പന പറഞ്ഞ് ആരെയാണ് വിളിച്ചത്? യാ അയ്യുഹന്നാസ് കുതിബ അലൈക്കുമുസ് സിയാം എന്നാണോ പറഞ്ഞത്? അല്ല. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഓ സത്യവിശ്വാസികളെ, മുഅ്മിനുകളെ, ഈമാനുള്ളവരെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ആ വിളിക്ക് നമ്മൾ യോഗ്യരാണോ എന്ന് പരിശോധിക്കണം. അല്ലാഹു വിളിച്ചതെന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ. എന്താ ഈമാൻ? ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നോമ്പെടുത്തിട്ടെന്താ കാര്യം, നമസ്കരിച്ചിട്ടെന്താ പ്രയോജനം എന്റെ ഈമാൻ ശരിയല്ലെങ്കിൽ? ഞാൻ എത്ര തവണ ഹജ്ജും ഉംറയും ചെയ്തിട്ടെന്ത് എന്റെ ഈമാൻ ശരിയല്ലെങ്കിൽ? ഞാൻ എത്ര ദാനധർമ്മം ചെയ്തിട്ടെന്ത് ഫലം എന്റെ ഈമാൻ ശരിയല്ലെങ്കിൽ? കാര്യമുണ്ട്. നമ്മൾ ആ വിളിക്ക് യോഗ്യരാകണം, എന്നാലേ നോമ്പെടുത്തിട്ട് കാര്യമുള്ളൂ. ഈമാൻ ശരിയാവാതെ ഒരു സൽക്കർമ്മം കൊണ്ടും ഒരു സൽക്കർമ്മവും സൽക്കർമ്മമായി അല്ലാഹു പരിഗണിക്കൂല. എന്താ ഈമാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുന്നു, അതദറൂന മൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാമോ? എന്താ ഈമാൻ? അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകേണ്ട ക്വാളിഫിക്കേഷൻ എന്താ പറയാൻ പോവുകയാണ്. ഖാലു, അപ്പൊ സഹാബത്ത് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനാണ് അറിയുക, അള്ളാന്റെ വഹി കിട്ടുന്നതിനാൽ നബി തങ്ങൾക്കുമാണല്ലോ ഇതിനെക്കുറിച്ച് വിവരമുള്ളത്, ഞങ്ങൾക്കറിയില്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു, എന്താണ് ഈമാൻ? അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈമാനുള്ളവരായി തീരുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യസാക്ഷ്യം അംഗീകരിക്കലാണ്. വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്,
മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച് അത് മനസ്സിനെ ശരിക്കും പഠിപ്പിക്കലാകുന്നു ഈമാൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ട് കാര്യം പ്രധാനമായിട്ട് അവിടെ പറഞ്ഞു. അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമല്ല പറഞ്ഞത്, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നും കൂടെ പറഞ്ഞു. അള്ളാഹുവിലുള്ള വിശ്വാസാണ് ഈ പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ശരിയാകണമെങ്കിൽ നമ്മുടെ ഇബാദത്തിൽ ഒരല്പം പോലും ളുൽമ കലരാൻ പാടില്ല. വിശ്വാസത്തിൽ ളുൽമ കലർന്നാൽ അവന് നിർഭയത്വം നിഷേധിക്കപ്പെടുന്നു, നരകം തന്നെ. ഖുർആൻ പറഞ്ഞു, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. സത്യവിശ്വാസം സ്വീകരിച്ചവർ, വലം യൽബിസൂ ഈമാനഹും, അവരുടെ ഈമാനിൽ കലർന്നിട്ടുമില്ല, ബിളുൽമിൻ, അല്പം പോലും ശിർക്ക് കലർന്നിട്ടില്ല. ളുൽമ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന ശിർക ലളുൽമുൻ അളീം. ശിർക്കാണ് വമ്പിച്ച അക്രമം. വമ്പിച്ച അക്രമം തന്നെയാണ് ശിർക്ക് എന്നാണ് മഹാനായ അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ശിർക്ക് കലരാത്ത ഈമാൻ ഉണ്ടാകണം. നമ്മൾ ചിന്തിക്കണം, എന്റെ ഈമാനിൽ ശിർക്ക് കലർന്നിട്ടുണ്ടോ? ഞാൻ ശിർക്ക് പ്രവർത്തിക്കുന്നയാളാണോ? ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ മഹാഭൂരിപക്ഷവും പടച്ചവനിൽ പോലും വിശ്വസിക്കുന്നില്ല എന്നാണ് സൂറത്ത് യൂസുഫിലൂടെ അല്ലാഹു പഠിപ്പിച്ചത്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അവർ അവനിൽ പങ്കു ചേർക്കുന്നവരായി കൊണ്ടല്ലാതെ. മഹാഭൂരിപക്ഷത്തിന്റെ ഈ സ്ഥിതി അതാ. അള്ളാഹുവിലുള്ള വിശ്വാസം. നമ്മളൊക്കെ ആലോചിക്കുക, മുസ്ലിം ഉമ്മത്തിന്റെ സ്ഥിതി ഇന്നെന്താ? മുസ്ലിം സമുദായത്തിന്റെ സ്ഥിതി മറ്റുള്ളവരവിടെ നിൽക്കട്ടെ, നമ്മളിപ്പോ സംസാരിക്കുന്നത് മുസ്ലിം സമുദായത്തോടല്ലേ. മുസ്ലിം സമുദായത്തിന്റെ പോലും സ്ഥിതി എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്നു, പക്ഷേ ജീവിതം അതിന് വളരെ വിരുദ്ധമാണ്. അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നു, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്നു, അല്ലാഹു അല്ലാത്തവരുടെ മുമ്പിൽ വണങ്ങുന്നു, സുജൂദ് ചെയ്യുന്നു. അങ്ങനെ ധാരാളം മഹാന്മാരായ ആളുകളെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത് തന്നെ മഹാബദ്ധം. ലോകം കൺട്രോൾ ചെയ്യുന്നത്, ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മഹാന്മാരാണെന്നാ പറയുന്നത്. ഈ ലോകത്ത് നമ്മൾ കാണാത്ത ചില പുരുഷന്മാരുണ്ട് എന്നാണ് അവർക്ക് പേരിട്ടത്, റിജാലുൽ ഗൈബ് എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? കാണാൻ കഴിയാത്ത പുരുഷന്മാർ, അദൃശ്യ പുരുഷന്മാർ. അദൃശ്യ പുരുഷന്മാരാണത്ര ഈ ലോകം കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ മഴ പെയ്യിപ്പിക്കുന്നത്, ഇവിടെ ഭക്ഷണദാനങ്ങൾ വിതരണം ചെയ്യുന്നത്, മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അദൃശ്യ ലോകത്തുള്ള പുരുഷന്മാരാകുന്നു എന്ന വിശ്വാസം നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈമാനിൽ ളുൽമ് കലരുക എന്ന് പറഞ്ഞാൽ ഇതിലപ്പുറം ഇനി ഒരു ളുൽമ് എന്താണ് സഹോദരന്മാരെ? അതുപോലെ തന്നെ മഹത്തുക്കളായ ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവിനുള്ള വിശേഷണങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്. അള്ള കാണും പോലെ കാണും, അള്ള കേൾക്കും പോലെ കേൾക്കും, അള്ള അറിയും പോലെ അറിയും. അള്ളാഹുവിന് കഴിവുള്ളതുപോലെ അവർക്കും അള്ള കഴിവുകൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഈ നിലക്ക് അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചാരം നേടുകയാണ്. മഹാന്മാരായ ആളുകളെ വിളിച്ചുകൊണ്ട് എല്ലാ കാര്യത്തിനും, ഇപ്പൊ റമദാനായി കഴിഞ്ഞ റമദാനിന്റെ മാസം 17 ബദരീങ്ങളുടെ ആണ്ട് എന്ന പേരിൽ മഹാന്മാരായ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പാടും, യമൻ ബിഹി ഹല്ലറദാ വമൻ ബിഹമ്മിൻ കിദാ. ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും കൊണ്ട് നീ കഷ്ടപ്പെടുന്നുവെങ്കിൽ നീ ഉടനെ വിളിച്ചോ, യാ അഹ്ല ബദരി ശുഹദാ, ഓ ബദർ ശുഹദാക്കളെ അങ്ങളെ രക്ഷിക്കണമേ എന്ന് ബദർ ശുഹദാക്കളെ വിളിച്ചുകൊണ്ട് പാടി പറയുന്ന മാസമാണ് റമദാൻ. പലർക്കും സഹോദരങ്ങളെ അവര് നോമ്പെടുത്തിട്ട് എന്താ കാര്യം? ഈ വിശ്വാസമുള്ളയിടത്തോളം നോമ്പെടുത്തിട്ട് എന്താ പ്രയോജനം? എത്രത്തോളം ശിർക്ക് സൂക്ഷിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. ആ ഒരു വീട്ടിൽ കള്ളൻ പ്രവേശിക്കാതായപ്പോൾ ഒരാൾ പറയാണ്, എന്റെ വീട്ടിൽ നായ കാവലില്ലായിരുന്നുവെങ്കിൽ ഇന്നലെ കള്ളൻ കിടക്കുമായിരുന്നു എന്ന വാക്ക് പോലും മുസ്ലിമീങ്ങൾ പറയുന്നത് സൂക്ഷിക്കണം. അത്ര നമ്മൾ സൂക്ഷിക്കണം എന്നാ പറയുന്നത്. ഇന്നലെ എന്റെ വീട്ടിൽ കള്ളം കിടക്കുമായിരുന്നു, ആ നായ ഉള്ളത് കൊണ്ടാ, ആ നായ ഇല്ലായിരുന്നുവെങ്കിൽ കള്ളം കിടക്കുമായിരുന്നു എന്ന് പറയുന്ന വാക്ക് പോലും ഗൗരവമാണ്.
എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആരെങ്കിലും ഒരു യാത്രക്കിറങ്ങുമ്പോ പക്ഷിയുടെ ശബ്ദമോ പക്ഷിയുടെ ചിറകടിയോ അയാൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുവെങ്കിൽ അയാൾ ഉടനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലട്ടെ. അയാൾ ഉടനെ അള്ളാഹുവിനോട് പറയട്ടെ, അള്ളാഹുവേ അല്ലാഹുമ്മ ലാ തൈറ ഇല്ലാ തൈറുക, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ഇലാഹ ഗൈറുക. നീ അല്ലാതെ ഒരു ആരാധ്യനുമില്ല, നിന്റെ ഖൈറല്ലാതെ ഒരു ഖൈറില്ല എന്നൊക്കെ പറയണമെന്ന ഇന്ന് മുസ്ലിം സമുദായം. ഇതെല്ലാം കാര്യങ്ങൾ, ഒരു പൂച്ച വിലങ്ങ് ചാടിയാൽ, അതുപോലെ തന്നെ ഒരു പക്ഷിയുടെ ശബ്ദം കേട്ടാൽ, കൂമൻ മൂളിയാൽ, കൈയിന്റെ ഉള്ളിൽ നിന്ന് ചൊറി വന്നാൽ, ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്ത് ചൊറിഞ്ഞാൽ അതൊക്കെ പണം കിട്ടുന്ന കാര്യം. കണ്ണിന് ചൊറി വന്ന ആരെയോ കാണാൻ നിൽക്കുന്നു, കാക്ക കരഞ്ഞാൽ വിരുന്നുകാരൻ വരാൻ ആ ഭാഗത്ത് നിന്ന് വരാനുണ്ട്, ഗൗളി ശബ്ദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ കാര്യം സത്യാന്ന് പല്ലി കൂടി സമ്മതിച്ചിരിക്കുന്നു, കണ്ടോ പല്ലി ശബ്ദിച്ചില്ലേ എന്ന് പറയുന്ന ആളുകൾ. അതുപോലെ തന്നെ കണ്ണേറ് എന്ന് പറയുന്ന ഇസ്ലാം പഠിപ്പിച്ച യാഥാർത്ഥ്യമുള്ള കാര്യത്തിന്റെ പേരിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവർ. കണ്ണേറ് എന്ന് പറയുന്നത് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിന് കോലങ്ങൾ നാട്ടാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഇസ്ലാം നമ്മുടെ തോട്ടങ്ങളിൽ ഇങ്ങനെ ഒരു പ്രത്യേകമായ കോലങ്ങൾ വെക്കുക, അല്ലെങ്കിൽ കരിങ്കണ്ണ നോക്ക് എന്ന് എഴുതി വെക്കുക, ആ രൂപത്തിലുള്ളതൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം അതിനൊക്കെ ഇസ്ലാമികമായ നിലക്കുള്ള മന്ത്രങ്ങളും ദിക്റുകളും ദുആകളും മാത്രമാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, അന്ധവിശ്വാസങ്ങൾ വേറെ, യഥാർത്ഥ വിശ്വാസങ്ങൾ വേറെ. വിശ്വാസത്തിൽ ദുൽമ് കലർന്നാൽ പിന്നെ നോമ്പെടുത്തിട്ടൊന്നും ഫലമില്ല, വെറുതെയാണത്. മല്ലം യദൽ ഖൗലസ്സൂരി വൽ അമല ബിഹി വൽ ജഹൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ നദാ തആമഹു വശറാബഹു. ചീത്തയായ വാക്കുകളും നോക്കുകളും പ്രവർത്തനങ്ങളും അവിവേകപൂർണമായ കാര്യങ്ങളും ഒരാൾ ഒഴിവാക്കാൻ തയ്യാറില്ലെങ്കിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല, കേവലം പട്ടിണിയായി മാറുന്നു ആ നോമ്പ്. അതുകൊണ്ട് നോമ്പിനെ സ്വീകരിക്കുന്നതിന്റെ മുമ്പ് ഓരോരുത്തരും ആലോചിക്കണം, എനിക്ക് തൗഹീദ് മനസ്സിലായിട്ടുണ്ടോ, എന്നിൽ ശിർക്ക് വല്ലതും കലരുന്നുണ്ടോ, ശിർക്കിന്റെ വല്ല ലാഞ്ചനയുമുണ്ടോ? അത് ഏറ്റവും ഗുരുതരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇസ്ലാം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെയാണ് ഹജ്ജിന്റെ കർമ്മങ്ങളെ വരെ മഹാന്മാരായ ആളുകളുടെ ഖബറിൽ നടക്കുന്ന ദർഗകളിലെ ഉറൂസുകളോട്, ആണ്ട് നേർച്ചകളോടൊക്കെ ഉപമിക്കുന്ന പുരോഹിതന്മാരുള്ള കാലത്താ സുഹൃത്തുക്കളെ നമ്മൾ ജീവിക്കുന്നത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതൊരു അന്താരാഷ്ട്ര ഉറൂസാണെന്നും വേൾഡ് ആണ്ട് നേർച്ചയാണെന്നുമൊക്കെ എഴുതിവിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അത്തരത്തിലുള്ള ആളുകളുടെ ഹജ്ജ് കൊണ്ടെന്താ കാര്യം? അവരുടെ ഉംറ കൊണ്ടെന്താ കാര്യം? അവരുടെ നോമ്പ് കൊണ്ടെന്താ കാര്യം? അവരുടെ നമസ്കാരം കൊണ്ടെന്താ കാര്യം? മഹാന്മാരായ പ്രവാചകന്മാരോട് മുഴുവനും അല്ലാഹു പറഞ്ഞതെന്താണ്? ശിർക്ക് നിങ്ങളുടെ പ്രവൃത്തിയിൽ വന്നു ചേർന്നാൽ നിന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോവുക തന്നെ ചെയ്യും എന്നാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാന്മാരായ പ്രവാചകന്മാരോട് പോലും പറഞ്ഞത്. പ്രവാചകന്മാര് ശിർക്ക് ചെയ്യൂല എന്ന് ഉറപ്പാ. പിന്നെ പ്രവാചകന്മാരോട് വരെ ഇങ്ങനെ അല്ലാഹു താക്കീർ ചെയ്തത് എന്തിനാ? എത്ര വലിയ മഹാന്മാരിൽ നിന്ന് സംഭവിച്ചാലും ശിർക്ക് വന്നാ പിന്നെ അമല് പൊളിയും. അതുകൊണ്ട് നോമ്പുകാരൻ നോമ്പിന് വേണ്ട മുന്നൊരുക്കങ്ങൾ എടുക്കുമ്പോൾ തന്റെ അഖീദ ശരിയാണോ, ഞാൻ അല്ലാഹു പറഞ്ഞതുപോലെ വിനയമുള്ളവനാണോ, എന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കറക്റ്റ് ആണോ, എന്റെ മുഹമ്മദുർ റസൂലുള്ളാഹ് കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കണം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി ഈമാനിന്റെ പ്രധാന ഭാഗമാണ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താ പറയുന്നത്? അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് അതുണ്ടെങ്കിലേ നമ്മുടെ നോമ്പ് ശരിയാവുകയുള്ളൂ. എന്താണ് പറയുന്നത്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. റസൂലുള്ളാഹിനെ കുറിച്ച് വിശ്വസിക്കേണ്ടത് മാത്രം വിശ്വസിക്കുക. അള്ളാഹിന്റെ റസൂല് അള്ളാഹിനെ പോലെ കേൾക്കും, കാണും. നബിതങ്ങൾ നമ്മുടെയൊക്കെ കൂടെയുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പൊ ആളുകൾ പറയുന്നത് അള്ളാഹിന്റെ റസൂലിനെ ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കല്ലേ, റസൂലുള്ളാഹിനെ ഇടയ്ക്ക് കാണുക, റസൂലുള്ളാഹിയുമായി ഇടയ്ക്ക് സംഭാഷണം നടത്തുക, റസൂലുള്ള ഇടയ്ക്ക് അവരെ വീട്ടിൽ വരിക, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുക, വാ കുണ്ടൂര എന്ന് പറഞ്ഞിട്ട് കുണ്ടൂര വലിയ പാപ്പാനെ വിളിക്കുക, ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞിട്ട് മദീനത്ത് നിന്ന് ഇങ്ങനെ നബിതങ്ങൾ ഇങ്ങനെ ഖബറിന്ന് വിളിക്കുക. ഇങ്ങനെ എന്തൊക്കെ അന്ധവിശ്വാസങ്ങളാണ് പ്രിയമുള്ളവരെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശ്വസിക്കുന്നത്. നബിതങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ്.